കയറ്റവും ഇറക്കവും കുണ്ടും കുഴിയും മുള്ളും കുപ്പിപ്പൊട്ടും അമ്പും എല്ലാം ഉള്ളൊരു സ്ഥലത്ത് നഗ്നപാതരായി നടക്കുന്നവരോട് സൂക്ഷിക്കണേ എന്ന് പറയാൻ ഒരാള് വേണം. എങ്കിൽ ആ ആളാണ് മുഹമ്മദ് മുസ്തഫ. റബീഉൽ അവ്വൽ നമ്മൾ ആഘോഷത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആഘോഷം റബീഉൽ അവ്വലിൽ മതി, പക്ഷെ ആലോചന എപ്പോഴും വേണം. ആഘോഷത്തിന്റെ ആധിക്യത്തിൽ പുണ്യനബിയെ ആലോചിക്കുന്നത് കുറയുന്നോ എന്ന് സംശയം വരുന്നു. ആലോചനക്ക് റബീഉൽ അവ്വൽ മാറ്റി വെക്കരുത്. അത് 12 മാസവും ആലോചനയിൽ ലയിക്കണം. ഈ വ്യക്തിത്വ പ്രതാപ പ്രഭാവത്തിൽ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് എന്ന 4 അക്ഷരം സൃഷ്ടിക്കുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു അഭിവാഞ്ചയുണ്ട്. 10,000 ആ ഇഷ്കിന്റെ സ്വർണ്ണനൂൽ പാലത്തിലൂടെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അള്ളാഹുവിലേക്ക് കടക്കാൻ ഒരൊറ്റ വാതിലേ ഉള്ളൂ, ബാബു മഫ്തൂഹ് മുഹമ്മദ് മുസ്തഫ. അതാർക്കും എപ്പോഴും തുറന്നു വെച്ചതാണ്. അതാണെങ്കിലോ ഒരു വിഭാഗത്തിന്റെ നേതാവല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുസ്ലിമീൻ എന്നല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുഹ്സിനീൻ മുഖ്ലിസീൻ എന്നൊന്നുമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുത്തഖീൻ എന്നുമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലമീൻ എന്നതിൽ ജിബ്രീൽ പെട്ടു. ആലമീൻ എന്നതിൽ ആദം അലൈഹിസ്സലാം പെട്ടിരിക്കുകയാണ്. ആലമീൻ എന്നതിൽ ഈസാ അലൈഹിസ്സലാം പെട്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള അമ്പിയാക്കളല്ലാത്ത സകല മനുഷ്യരും പെട്ടിരിക്കുകയാ. എന്റെ വാദ് ശ്രവിക്കുന്ന അമുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ ഈ ആലമീൻ എന്നതില് അയ്യപ്പൻ പെട്ടിട്ടുണ്ട്, പറങ്കോടനും പെട്ടിരിക്കുകയാ. ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് മുത്തനബിയെ കുറിച്ച് പറഞ്ഞ പ്രോജ്വലമായ വിശേഷണത്തിൽ ഈ നാട്ടിലെ അയ്യപ്പനും താമയും ലക്ഷ്മിയും പറങ്കോടനും പെട്ടു. ഖുർആൻ അത്രമേൽ മതസൗഹാർദ്ദത്തെ വിളംബരം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ്. ഖുർആനിൽ ആദ്യമുള്ള അക്ഷരം ബിസ്മിയിലെ ബ എന്ന അക്ഷരമാണ്. അതിന്റെ അർത്ഥം ഗുണം, ബിർ എന്ന, അതിന്റെ അർത്ഥം ലോകത്തിന് ഗുണം ചെയ്യൂ എന്ന. ആദ്യം തുറന്നാൽ കിട്ടുന്ന 1ാമത്തെ അക്ഷരം മതസൗഹാർദ്ദത്തിന്റെ മേൽ അറിയിക്കുന്നത്. ബിസ്മി എന്നതിലെ 2ാമത്തെ അക്ഷരം സീനാണ്. അത് സലാം, ശാന്തി, സമാധാനം എന്നാണ്. ബിസ്മി എന്നതിലെ 3ാമത്തെ അക്ഷരം മീമാണ്. അത് മഹബത്ത്, സ്നേഹം കൊടുക്കാന്നാണ്. ഇതിനെങ്ങനെയാ ഇനി മതസൗഹാർദ്ദത്തിന് എതിരെന്ന് പറയാം? അത് കഴിഞ്ഞാലുള്ളതോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ എന്നതില് അബൂബക്കറും പെട്ടു, ജോസഫും പെട്ടു, കുമാരനും പെട്ടു, ലക്ഷ്മിയും പെട്ടു, ഫാത്തിമ താത്തയും പെട്ടു. ഈ ഖുർആൻ എങ്ങനെയാ മുത്തശ്ശി പത്രങ്ങളിൽ വിമർശനത്തോടു കൂടി പല ആളുകളും ഇതിനെതിരെ എങ്ങനെയാ ഉപയോഗപ്പെടുത്തുന്നത്? ഖുർആൻ പഠിക്കാത്തോണ്ടാ. പിന്നെന്താന്നറിയോ, ചില ആളുകൾ ജാമിദകളായി. ജാമിദ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പെണ്ണിന്റെ പേര് പറയല്ലേ, ജാമിദ എന്ന തലക്ക് സുഖമില്ലാത്ത പെണ്ണിന് പറഞ്ഞ പേരാണ്. ഡിക്ഷണറി പറയല്ല. അതുകൊണ്ട് ഇതിനെതിരെ ആർക്കും കേസ് കൊടുക്കാൻ പറ്റൂല. ഞാൻ അതൊരു പെണ്ണിന്റെ പേര് പറഞ്ഞല്ല. കുറെ പെണ്ണുങ്ങൾ ജാമിദകളായി എന്ന് പറഞ്ഞാൽ തലക്ക് സുഖമില്ലാത്ത. ഒരാളെ പേര് പറയുമ്പോഴല്ലേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരാളെ പേരല്ല. ജാമിദ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിയില്ലാത്ത പെണ്ണെന്ന് അതിന്റെ അർത്ഥം. അത് ആരെങ്കിലും ആ പേരിട്ടേന് ഞാൻ ഉത്തരവാദിയല്ല. അല്ല, നമ്മൾ ഉത്തരവാദിയല്ല അല്ല, ഞങ്ങൾ അപ്പൊ അവര് നേരെ എന്ത് ചെയ്തു? തോന്നിയ അർത്ഥം അങ്ങനെയാണ് പറയാൻ തുടങ്ങി. ഇപ്പൊ VP അതിന്റെ ഇനീഷ്യല്, അതിന്റെ ഫുൾ ഫോം പറയണ്ടേ ഞാനാണ്, പുറത്തുനിന്ന് ഒരാളല്ല. അതിന്റെ ഫുൾ ഫോം വലിയ പറമ്പിൽ ഒരാൾ പറയാം VP വാണിയന്നെ ഒരു പൊട്ടൻ അല്ല, വേണമെങ്കിൽ പറയാം. ഈ സംഗതി ഒപ്പിച്ചിട്ട് പറയാന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അത് എന്താന്ന് പറയേണ്ടത് പുറത്തുള്ള ആളുകളല്ല, ഞാനാ പറയാ. കട്ടിട്ടും മുട്ടിട്ടും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാലം, അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ എന്താ പറയാത്ത ഒരു പെണ്ണ് ഇടക്കാലത്ത് കയറി നിന്ന് അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ ഹിദായത്ത് അള്ളാഹു നിലനിർത്തുകയും വളർത്തുകയും ചെയ്യട്ടെ. എന്നിട്ട് ഖുർആന്റെ ആയത്ത് നടുവെന്ന് കട്ടിട്ട് അർത്ഥം വെക്കുക. അങ്ങനെ എന്തെല്ലാം പറയും. ഞാൻ ഒരു ദിവസം സുപ്രാത രാവിലെ എടുത്തു നോക്കുമ്പോ അതിലുണ്ട് എന്താ ഒരു ലഫ്ലുണ്ട്, അല്ലാ എന്നുണ്ട്, അടിയിൽ അവധി. അപ്പൊ ഒരാൾ അർത്ഥം വെക്കാം,
തിങ്കളാഴ്ച അള്ളാഹ്ക്ക് അവധിയാണെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയിലുണ്ട് സംഗതി. ദിവ്യാനുരാഗ പ്രഭാഷണം റഹ്മത്തുള്ളാഹി ഖാസിമി അവധി, അത് നടുവിലാണ്. അപ്പൊ അതാണ് മുറിച്ചിടുക. എന്നിട്ട് പറയാ അള്ളാഹ്ക്ക് തിങ്കളാഴ്ച അവധിയാണെന്ന് സുപ്രഭാതത്തിലുണ്ട്. ഇങ്ങനെയാണ് ചില പെണ്ണുങ്ങളൊക്കെ ആയത്ത് കെട്ടിട്ട് അർത്ഥം വെക്കുന്ന വൈരുദ്ധ്യാന്ന് പറയുന്നത്. ഞങ്ങൾ പലപ്പോഴും അതിനെ പൊടി കൂടിയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഈ പേര് വന്നുകൊണ്ട് പറയാം. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ആഖിർ സമാനാണ്, പ്രപഞ്ചത്തിന്റെ സായാഹ്ന സമയമാണ്. പൂർവാഹനം കഴിഞ്ഞു ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്, മധ്യാഹ്നം കഴിഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്, സായാഹ്നത്തിന് ആരംഭം കുറിച്ചു മുഹമ്മദ് മുസ്തഫയുടെ കാലത്ത്. ഇപ്പൊ അതിന്റെ അവസാന ദിശയാണ് ഈ സമയം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ എന്ന് പറഞ്ഞ കാലമാണ്, സംശയമില്ല. തൊപ്പിയിട്ടുകൊണ്ട് പള്ളിയിൽ കയറിയിട്ട് ഇശാ നിസ്കരിച്ച അബൂബക്കറാണ്, അല്ലെങ്കിൽ അബ്ദുള്ളയാണ്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൻ ഫേസ്ബുക്ക് തുറന്നതാണ്, വാട്സപ്പിൽ കയറിയതാണ്. പതിരാവിന്റെ ഉള്ളറയിൽ വാപ്പ ഉറങ്ങിയപ്പോൾ, ഉമ്മ വാങ്ങിയപ്പോൾ ഇവനങ്ങ് 2:30 പാതിരാത്രിയെ പകലാക്കി ഫേസ്ബുക്കിൽ കളിച്ചതാണ്, വാട്സപ്പ് വിനിയോഗിച്ചതാണ്. ആ സമയത്ത് യുക്തിവാദിയുടെ പ്രഭാഷണം കേട്ടു. നെറ്റിലങ്ങ് കയറിയിട്ട് പാതിരാവിൽ ഒരു യുക്തിവാദിയുടെ പ്രഭാഷണം കേട്ടു. ആയത്തിന്റെ ചരടും മുരടും മുറിച്ചുകൊണ്ട് ഉള്ളത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാനെ അപഹസിക്കുകയും മുത്തുനബിയെ കരിവാരിത്തേക്കുകയും ചെയ്ത പ്രഭാഷകന് സാഹിത്യ പ്രയോഗങ്ങളില് അഭിരമിച്ചുകൊണ്ട് പ്രഭാഷണം ജോറായി നടത്തിയപ്പോ ഇശാക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്ന അബ്ദുറഹ്മാന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് കൽബിൽ തോന്നി, അപ്പം മുത്തുനബിയുടെയും പണി ഇതാണോ? യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. രാവിലെ വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആന് അതബോടെ പാരായണം ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയവനാ. ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ സ്ഥാപനത്തിൽ പോയവനാ, ഓഫീസിൽ കയറിയവനാ. അവിടെ യുക്തിവാദിയുടെ പരിഹാസം ഒരുപാട് സമയം കേട്ടു. പലതും ഇവൻ ശ്രദ്ധിക്കാത്തതും ചിന്തിക്കാത്തതുമായ കാര്യമായപ്പോൾ ഇവന് തോന്നി അദ്ദേഹം പറയുന്നതിലും ശരിയുണ്ടോ എന്ന്. അങ്ങനെ പരിശുദ്ധമായ ഖുർആന് 2-3 പേജ് ഓതിയിട്ട് ഓഫീസിലേക്ക് പോയ ചിട്ടയുള്ള യുവാവായ സുഹൃത്ത് തിരിച്ചു വരുമ്പോ അള്ളാനെ സംശയിച്ചുകൊണ്ട് പുണ്യനബിയെ മനസ്സിൽ പരിഹസിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന കാലമല്ലേ. ആ സമയത്താണ് റബി കടന്നു വരുന്നത്. റബിയാണെങ്കിലോ ആശിഖീങ്ങൾക്ക് വല്ലാത്ത രസം തന്നെ. റബീന്റെ തൂമണം പൂമണോ സ്വർഗീയമായ പരിമളം നറുമണോ അതിന്റെ പരിസരത്ത് വസിക്കുമ്പോൾ തന്നെ അവരുടെ കൽബിലേക്ക് അടിച്ചു വീശുകയാണ്. അല്ലാഹുവേ, മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിലും മുത്തബീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. ലോകത്ത് ഈ ദുന്യാവിലെ സമാധാനവും പരലോകത്ത് രക്ഷയും വേണോ? അതിന്റെ സൂത്രവാക്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കർമ്മങ്ങൾക്ക് ചില വിശ്രമങ്ങളൊക്കെ കൊടുക്കാം, കർമ്മങ്ങൾക്ക് വിശ്രമം വേണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾക്ക് വിശ്രമം വേണം. പക്ഷെ ഇഷ്കിന് വിശ്രമം ഉണ്ടാവരുത്. ഹൃദയം ഒരു ഹൗസ് ആണെങ്കിൽ ആ ഹൗസിൽ നിറക്കേണ്ടത് മദീനയുടെ ഉൽപ്പന്നമാണ്. മദീനയുടെ ഉൽപ്പന്നമാണ് മുഹമ്മദ് മുസ്തഫ. പോരാണുങ്ങളെ, ഒഴിഞ്ഞ കുന്നും വ്രതത്തെ വിശാലമായ സ്വർഗീയ മലർവനിയിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവള് വെച്ചുകൊണ്ട് സ്വലാത്ത് സലാമുകളുടെ ഇഷ്കിന്റെ അക്ഷരവീജികളെ കേട്ടുകൊണ്ട് പ്രത്യഭിവാദ്യവും പ്രത്യുപകാരവും ചെയ്ത് മാനവലോകത്തിന് പുഞ്ചിരി തൂകി പ്രാർത്ഥനാ നിരതനായി ഉമ്മത്തിന് തർബിയത്തിന്റെ റിദായിലൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രളയമേ മുഹമ്മദ് മുസ്തഫ.
അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി Allah 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 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ പരിശുദ്ധമായ റൗളയുടെ കസ്തൂരി മണ്ണിന്റെ വിശുദ്ധമായ സ്വർഗീയ മലർവനിയിൽ തലതല്ലി തകരുന്ന സ്വലാത്തിന്റെ അക്ഷരവീജികളിലേക്ക് സദസ്സിൽ നിന്ന് അശതീങ്ങളെ ഒരു സമാന പൊതി സ്വലാത്തിന്റെ സലൂട്ടിലൂടെ നമ്മളും കൊടുത്തേക്കണേ. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് നേരെ ചൊവ്വേ ഇപ്പോൾ കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട് ഈ സാമഗ്രിയുടെ സഹായത്തോടുകൂടി. എന്നാൽ ഈ ദുനിയാവിൽ ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ ഇരുന്നുകൊണ്ടും ആരുടെയും ശബ്ദം ശ്രമിക്കാമെങ്കിൽ, മുഖം കാണാമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതാണ്, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്റെ മേലത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ സമയത്ത് എന്റെ പ്രസംഗം നിങ്ങളുടെ ഇത്തൊക്കെ റൗദയിൽ വെച്ച് ഒന്ന് കാണുന്നുണ്ട്. പരിശുദ്ധ റസൂൽ അത് ശിർക്കാന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ കാണുന്നുണ്ട്, പിന്നെ എങ്ങനെ റസൂലുള്ളാഹി ശിർക്കാ? അത് ശാസ്ത്രീയ സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ ഈ കമ്പിയും ചെമ്പുണ്ടായി നമുക്ക് കാണാമെങ്കിൽ തലച്ചോറ് തുറന്ന് ആർക്കും കാണാം. കാരണം ഇതിനേക്കാളും പവറുള്ള സാധനം അതിനുള്ളിലുള്ളത്. 10 കോടി സെല്ലുകൾ അതിനുള്ളിലുള്ളത്. ഈ സാധനം തുറന്നതൊക്കെ കാണാമെങ്കിൽ ഇത് തുറന്ന അതിന്റെ മേലും കാണാം. ഇത് ഫുള്ളായിട്ട് തുറന്ന ഒരാളാണ് മുഹമ്മദ് മുസ്തഫ. ഇതും ഫുള്ളായിട്ട് അല്ലാഹ് തുറന്നു കൊടുത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. അലം നശ്റഹ് ലക സദ്റക്. ഒരൊറ്റ നബിയോട് അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങി, റബ്ബി ശ്റഹ് ലി സദ്രി. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങി, റബ്ബി ശ്റഹ് ലി സദ്രി, എനിക്ക് നീ വിശാല മനസ്കത നൽകണേ അല്ലാഹ്. എന്നാൽ ഒറ്റ തവണ പോലും അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചില്ല. എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം അല്ലാഹു ഇങ്ങോട്ട് ചോദിക്കുകയാ, അലം നശ്റഹ് ലക സദ്റക. അതാണ് ഹബീബും ഖലീലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്. ഖലീൽ ചോദിച്ചാലേ കൊടുക്കൂ, പക്ഷെ ഹബീബ് ചോദിക്കുന്നതിന്റെ മുമ്പ് കൊടുക്കുന്നതാണ്. ഖലീലിനോട് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പറയുന്നതാണ്. ഹബീബിന്റെ ഇഷ്ടം എന്താണ് നോക്കിയിട്ടേ അല്ലാഹു അംർ ചെയ്യുകയുള്ളൂ. ഹബീബായ നബിക്ക് 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചപ്പോൾ ആ പഴയ കഅബ ഒന്ന് ഖിബലയാക്കി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഹൃദയത്തിൽ അതാ അങ്കുരിക്കേണ്ട താമസം ഏഴാകാശങ്ങളും കടന്നുകൊണ്ട് ഇറങ്ങിയല്ലോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അത് ഹബീബ. മലയാളത്തിൽ രണ്ടിനും ഒരർത്ഥം മിത്രം 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 മിത്രം. പക്ഷേ അറബിയും മലയാളം എവിടെ കിടക്കുന്നു? ഹബീബ് ഒന്ന് വേറെയാ, ഖലീൽ ഒന്ന് വേറെയാ. അന ഹബീബുല്ലാഹ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സൃഷ്ടിപ്പ് തുടങ്ങിയത് ഈ പരിശുദ്ധരായ സൃഷ്ടിയിലാണ്. അന അവ്വലുൽ ഖൽഖി കുന്തു അവ്വലുൽ ഖൽഖി വ ആഖിറഹും ബഅസാ. ഞാൻ സൃഷ്ടികളിൽ സൃഷ്ടിപ്പ് കൊണ്ട് ഒന്നാമത്തവനാണ്, രംഗപ്രവേശനത്തിൽ അവസാനത്തവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൃഷ്ടിപ്പ് തുടങ്ങി. മാത്രമല്ല സകല സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിനുള്ള ഹേതുകമാക്കി വെച്ചു അല്ലാഹുവിന്റെ റസൂലിനെ. മാത്രമല്ല സ്വർഗത്തിന്റെ സകല കവാടങ്ങളിലും എഴുതി വെച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. മൗലിദ്
മൗലിദ് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, സമസ്ത തുടങ്ങിയതല്ല. ഞാൻ പറയുന്നു റസൂലുള്ളാഹിന്റെ മൗലിദ് പ്രപഞ്ചത്തിൽ ഉദ്ഘാടനം ചെയ്തത് അബുൽ ബശർ ആദം അലൈഹിസ്സലാം ആണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ശീസ് അലൈഹിസ്സലാമിനെ മുമ്പിലിരുത്തിയിട്ട് പലപ്പോഴും പിതാവായ ആദം അലൈഹിസ്സലാം പറഞ്ഞിരുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിനാണ് മൗലിദ് എന്ന് പറയുന്നതെങ്കിൽ അത് ലോകത്ത് ആദ്യമായി തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തത് അബുൽ ബശർ ആദം അലൈഹിസ്സലാമാണ്. ശീസ് അലൈഹിസ്സലാമാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ തൊട്ടരികിലിരുത്തിയിട്ട് പിതാവായ ആദം അലൈഹിസ്സലാം പറയുകയാണ്, ശീസേ കുല്ലമാ ദകർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദ്. നീ അല്ലാഹനെ ഓർക്കുമ്പോഴൊക്കെ മോനെ ശീസേ മുഹമ്മദിനെയും ഓർത്തോ. لأن الله وملائكته يذكرون في جميع أوقاته. അല്ലാഹും അവന്റെ മലാക്കമാര് സകല സമയത്തും ഓർക്കുന്ന പേരാണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. റബീന്റെ തൊട്ട് പരിസരത്തൊരു വിളിപ്പാടകൾ റബീന്റെ പൊന്നമ്പളി നമ്മെ നോക്കി പുഞ്ചിരിക്കുമ്പോ ആ പരിശുദ്ധമായ ചന്ദ്രക്കല കാണാനുള്ള ആർത്തിയിലായ ദിവസമെണ്ണി കാത്തിരിക്കുന്ന എന്റെ സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം സദസ്സിൽ പ്രശോഭിതരായിട്ടിരിക്കുന്ന യുവജന സുഹൃത്തുക്കളെ, റബീയിലേക്ക് കടക്കാൻ ഈ വസന്തത്തിന്റെ സൗകുമാര്യതയും സൗഗന്ധികതയോ ഹൃദയം കൊണ്ടൊന്ന് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ലയിച്ചുകൊണ്ട് തൊട്ടറിയണേ. അതുകൊണ്ട് ചൊല്ലിക്കോ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നല്ല റസൂലുള്ളാഹിന്റെ കൽപ്പന. അക്ഫിറുസ് സ്വലാത്ത അലൈ, എന്റെ മേലിലുള്ള സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണോ. ഫഇന്ന അവ്വല മാ തുസ്അലൂന ഫിൽ ഖബ്രി അന്നീ. ഖബറാകുന്ന ആരാരുമില്ലാത്ത ആറടിയുടെ ആഴിയില് മൂക്കിൽ പഞ്ഞുമായി 3 കണ്ണം തുണിയിൽ പൊതിയപ്പെട്ട് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് താഴ്ത്തപ്പെട്ടാൽ ആ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഖബറാകുന്ന കുഴിമാടമില്ലേ, ആ കുഴിമാടത്തിൽ വെച്ചുകൊണ്ട് ആദ്യമായി നിങ്ങൾ നേരിടുന്ന ചോദ്യം അത് എന്നെ കുറിച്ചായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നിങ്ങൾ പറയും മുങ്കർ നക്കീർ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് റബ്ബുക്കാന്നല്ലേ. അതായിരിക്കും ആദ്യം മനസ്സിൽ വരുന്ന ഹദീസ്. എന്താണ് ഈ റഹ്മാൻ ഈ വെടുവായിത്ത് പറയുന്നത്? മുങ്കർ നക്കീർ വന്നിട്ട് ആദ്യം ചോദിക്കുന്ന മൻ റബ്ബുക്കാന്നല്ലേ. അതല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു വരവിനെ കുറിച്ചാണ് ഹദീസിൽ ചർച്ച. ഒരു ഹദീസ് മാത്രം കണ്ടിട്ട് അയിമലാണ് വിഷയങ്ങൾ മുഴുവനും എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. 10 സ്വഹാബാക്കൾ അശ്റത്തുൽ മുബശ്ശരീങ്ങൾ, അതിന്റെ അർത്ഥം മറ്റുള്ളവരൊക്കെ നരകത്തിലാണ് അല്ലല്ലോ. അത് ആ സമയത്ത് പറഞ്ഞ ഒറ്റ പ്രഖ്യാപനം. സ്വഹാബാക്കളൊക്കെ ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലാ, അവരെ കൂടെ അല്ലാഹു തആല നമ്മളെയും സ്വർഗ്ഗത്തിലാക്കട്ടെ. എന്താ സ്വർഗ്ഗം ആവശ്യമില്ലേ? ബാക്കിൽ കുറെ ആൾക്കാരെ ആമീൻ പറയാൻ മുന്നിൽ 10 ആളെ ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കണം. ഇതേ നിലപാട് കല്യാണത്തിന് പോയിട്ടും തീരുമാനം എടുക്കണേ തർക്കമില്ല. എനിക്ക് നല്ല വിശക്കുണ്ട്, പക്ഷെ സമയമില്ല, എനിക്കും വേണ്ടി ഇല്ലാണ്ട് തിന്നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മള് കയ്യാകാതെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തർക്കമില്ല. പക്ഷെ അതിന് നമ്മള് എല്ലാരും തട്ടി മാറ്റിട്ട് മുന്നില്ല. പൊതുവേ നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ പൊതുവേ ഉള്ളൊരു ലെവൽ അങ്ങനെയാണ്. തങ്ങളെ മോനെ അതുപോലെ തങ്ങളെ പൊയ്ക്കോളി അല്ലേ ആട്ടല്ല കേട്ടോ. നിങ്ങളിവിടെ ഇരുന്ന അത്രയും നമുക്ക് ബർക്കത്താണ്. പക്ഷെ 9 മണിക്ക് എനിക്ക് എന്റെ സുഹൃത്തും കൂടിയാണ് തങ്ങളുട്ടി തങ്ങളുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പടം ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. സുബ്ഹാനല്ലാഹ്, അവരെ കാണുന്ന നമ്മളെ കണ്ണിനൊരു കുളിർമയാണ്. ഇന്ന് ഹബീബ് നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ, പേരക്കുട്ടികൾ കണ്ടിട്ട് സായുച്ചടയല്ലേ. അല്ലാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് ഈ സദസ്സ് കബൂലാക്കട്ടെ. ബിൻ നബിയിൽ നിങ്ങളെ ഈ പാലക്കാട് ജില്ലയൊക്കെ വലിയൊരു ഗുണാണ് തങ്ങൾ ഇവിടെ ഉള്ളത്. വിശേഷിയായി പ്രവിശ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തിൽ പ്രദാനം ചെയ്യട്ടെ. അവരുടെ നേതൃത്വം ധാരാളം അനുഭവിക്കാൻ ആ ലില്ലിൽ അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ 1-2 തത്വങ്ങൾ പറഞ്ഞു വളരെ പെട്ടെന്ന് ഓർത്തു. ഖബറിൽ ആദ്യം നടക്കുന്നത് റസൂലുള്ളാഹിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ചോദിക്കും മാദാ തഖൂലു ഫി ഹാദാ റജുലി, അതാണ് പറയുന്നത്. എന്നിട്ടേ മൻ റബ്ബുക്കൊന്നൊക്കെ ചോദിക്കുള്ളൂ. ഹബീബ നബിയുടെ ഫോട്ടോ കൊണ്ടുവരും, എന്നിട്ട് ചോദിക്കും മാദാ തഖൂലു ഫി ഹാദാ റജുലി, ഈ ആളെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം, എന്നിട്ട് മതിയല്ലോ ക്വസ്റ്റ്യൻ.
ആദ്യം കുടയുന്നത് മുഹമ്മദീയ സ്മരണ കൊണ്ടാണ്. അവിടെ നമ്മള് നല്ല നിലക്കുള്ള പ്രതികരണമാണെങ്കിൽ പിന്നെ അവിടെ നിന്നൊക്കാണ്ട് രക്ഷപ്പെടും. ഒരു ഊക്ക് കൊണ്ട് കിട്ടും അല്ലാഹു റബ്ബി എന്ന് പറയാൻ. കാരണം ഈ അള്ളാനെ പഠിപ്പിച്ചത് ഈ ആളാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറാ. നമ്മളൊന്നും അള്ളാനെ കണ്ടിട്ടില്ല, നമ്മൾ നരകം കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതുപോലെ വിശ്വസിക്കുന്നു. കാരണം എന്താ? നമ്മളെ കണ്ണ് പഴക്കും, റസൂലുള്ളാന്റെ കണ്ണ് പഴക്കൂല. റസൂൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടൊരു ബുദ്ധിമാനായ പണ്ഡിതനോട്, ഷാറാവിയോട് ഒരാള് ചോദിച്ചു, നിങ്ങളിപ്പോ സ്വർഗം നരകമൊക്കെ വിശ്വസിക്കുന്നില്ല, അള്ളാനെ വിശ്വസിക്കുന്നില്ല, പരലോകം വിശ്വസിക്കുന്നില്ല, നിങ്ങൾ കണ്ടുകണോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ആളുകൾക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ, തലക്ക് സുഖമില്ലെന്ന് തോന്നി പോലെ. ചോദിച്ച ആൾക്കും അങ്ങനെ തോന്നിയിട്ടില്ല, അതിന്റെ വക്കിലൂടെ പോയി. എന്താ പോയി ആൾ ഇങ്ങനെ പറയുന്നു? നരകം ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗം ഞാൻ കണ്ടിട്ടുണ്ട്, അള്ളാനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിച്ച ആളെ എങ്ങനെ? നരകവും സ്വർഗവും കണ്ടാള എന്റെ ഹബീബാൻ. എനിക്ക് എന്റെ കണ്ണിനേക്കാൾ വിശ്വാസം എന്റെ ഹബീബിന്റെ കണ്ണിനെയാ. എന്റെ കണ്ണ് പഴക്കും, എന്റെ ചെകിട് പഴക്കും, എന്റെ കൽബ് പതറും, പക്ഷെ ഹബീബിന്റേത് പതറൂല, മഞ്ഞളിക്കൂല, പഴക്കൂല. അപ്പോൾ എനിക്ക് എന്നേക്കാൾ വിശ്വാസം എന്റെ ഹബീബിനെയാണെങ്കിൽ ഹബീബ് കണ്ടാൽ അത് ഞാൻ കണ്ടതിനേക്കാളും എനിക്ക് ദൃഢരൂഢമുനമാണ്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് ഞാൻ കണ്ട് സാക്ഷി നിൽക്കുന്നതിനേക്കാൾ എനിക്ക് ഉറപ്പാ. കാണേണ്ട ആൾ കണ്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ നേരെ കാണണമെന്നില്ല, സാക്ഷിക്കാൻ വേണോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വാപ്പ ആരാ? നിങ്ങൾക്ക് കോടതിയിൽ സാക്ഷി നിന്നൂടെ? അല്ല, നിങ്ങൾ പറയും നിന്നൂടെ? കണ്ടുകണോ? വാപ്പാനെ കണ്ടുകണോ? വാപ്പാനെ കണ്ട ഒരൊറ്റ കുട്ടി ശാസ്ത്രീനെയും കൈവക്കി കളി കണ്ടുകണോ? എന്താ ഉറപ്പാ? തന്നെയാണ്. ഞാൻ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഉറപ്പെന്ന് വെച്ചാൽ അയാളെ കളിയേക്കണെന്ന് പറയും. ഞാൻ മൊത്തത്തിൽ എന്നെ അടങ്ങിയിട്ടുള്ള ഈ സമൂഹത്തോട് എന്താ ഉറപ്പ്? വാപ്പാനെ ഞാൻ കാണെങ്കിൽ വാപ്പാകുന്ന സമയത്ത് നമ്മൾ ദൃക്സാക്ഷിയാവണ്ടേ? ഇല്ല. അപ്പൊ എന്താ ഉമ്മ പറഞ്ഞതാണ് വാപ്പാന്ന്, അതാണ് മുങ്ങിയതാണ്. അപ്പൊ സാക്ഷിക്കണമെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഞാനിങ്ങനെ പല ഒരു കാരണം അശ്വത് ഇട്ടിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കുന്നു. കാണണ്ടേ നാടൻ പച്ച ഉദാഹരണം കൊണ്ടാണ് അതിനെ ഞാൻ ഗണിക്കണേ. ആയത്തും ഹദീസും പിന്നെ പറയുകയാണെങ്കിൽ എല്ലാം കണ്ടോളുന്നില്ല, കാണേണ്ട ആൾക്കാർ കണ്ടാൽ മതി. എന്നിട്ട് നമ്മളോട് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ അശ്വത് ശരി തന്നെയാണ്, അതിൽ തർക്കം. എന്റെ വാപ്പതാണെന്നിട്ട് കോടതിയിൽ സാക്ഷിക്കാലോ വാപ്പനെ ഈ കണ്ടുകണില്ല. ഉമ്മ പറഞ്ഞു, പിന്നെ നാട്ടുകാരും പറഞ്ഞു, പിന്നെ നമുക്ക് സംശയമില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഉറപ്പിച്ച് വിശ്വസിച്ച ചില കാര്യങ്ങളിലൊക്കെ കുറെ ആൾക്കാർ സംശയിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് യുക്തിക്ക് വാദം പിടിച്ച ആളുകൾ, അവർ വന്നിട്ട് ഇങ്ങനെ സംശയിപ്പിക്കുക. അപ്പൊ കൂടുതൽ ചിന്തിക്കാത്ത ആളുകൾ പതറുമ്പോ ഫോട്ടോ എടുക്കാം. കണ്ട മറുപടി പറയാൻ പറ്റില്ല, ഫോട്ടോ എടുത്തോളൂ. ഇതപ്പൊ നടക്കണം. അത് ഏത് കാര്യത്തിൽ സംശയിപ്പിക്കാൻ. ഇപ്പൊ ഒരാള് പറയാ, പിന്നെ ഇതേതാ സ്ഥലം? ലക്കിടിയോ? എന്താ തെളിവ്? ലക്കിടി തന്നെയാണ്. എന്താ തെളിവ്? അത് ലക്കിടിയും ഇത് കുപ്പിടി ആയിക്കൂടെ? അപ്പൊ ഇയാൾ ഇങ്ങനെ പതറും. അപ്പൊ ഫോട്ടോ എടുക്കാം, മറുപടി ഇട്ടില്ല. ഇതാണ് ഇപ്പൊ ഈ നടക്കണമൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തലയിലോ കൽബിലോ ഉറപ്പുള്ള ഒരു കാര്യത്തിന് അപ്പുറപ്പുറം ചോദിച്ചിട്ട് മുട്ടിച്ചിട്ട് ചില സമയത്ത് ചില ആളുകൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. അവരെ ഫോട്ടോ എടുക്കാം, എന്നിട്ട് പറയാ യുക്തിവാദിയുടെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് കാര്യത്തിലും സംശയിപ്പിക്കാം. അത് വാപ്പന്റെ കാര്യത്തിലും സംശയിപ്പിക്കാം, അള്ളാന്റെ കാര്യത്തിൽ മാത്രമല്ല ഉമ്മന്റെ കാര്യത്തിൽ സംശയിപ്പിക്കാം. ഭാര്യന്റെ കാര്യം സംശയിപ്പിച്ചൂടെ? എടാ എന്റെ ഭാര്യ ഒന്ന് പുതിയ എന്റെ ഭാര്യ എന്താ തെളിവ്? ഞാൻ പോയി കണ്ട സമയത്ത് ഇവളല്ലായിരുന്നു, ഇവളെ അഞ്ചത്തിയായിരുന്നു. അല്ല ആണേനെ സംശയിച്ചില്ല. എന്തിനാ സംശയിപ്പിക്കാൻ പറ്റാത്തതെന്ന്? സംശയിപ്പിക്കാനേ ഒക്കത്തിൽ സംശയിപ്പിക്കാം. പക്ഷെ മുഅ്മിനീങ്ങളെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിൻ, അത് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ ഒന്നും മിണ്ടിയിട്ടില്ല. വസ്വാസാണ് ഖുർആൻ ലാസ്റ്റ് പറഞ്ഞത്, പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം ഈ ലോകത്തെ ഏറ്റവും ഗൗരവം വസ്വാസാണ്. അതിന്റെ ആരംഭമാണ് ഖവാത്തിർ. ഖവാത്തിർ വരുമ്പോ തന്നെ ദിക്ർ ചൊല്ലിയിട്ടാണ്ട് കളയണം, അല്ലെങ്കിൽ പിന്നെ വരുന്നത് വസ്വാസായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിലെങ്ങാനും റസൂലുള്ളാഹിനോടുള്ള പ്രണയ ബന്ധത്തിന്റെ നൂല് അറ്റുപോയാൽ, അല്ലാഹുവിനോടുള്ള അഖീദയിൽ ശക്ക് വന്നാൽ
പൊന്നുമോനെ പൊന്നുമോളെ, ഇബാദത്തിന്റെ ആരാധനാ മുറകളുടെ ആധിക്യം കൊണ്ട് പരലോകത്ത് ഒന്നും തന്നെ കിട്ടൂല. അടിസ്ഥാനപരമായിട്ടുള്ള ആധാരം അത് അഖീദയാണെന്ന് മനസ്സിലാക്കിക്കോ. അല്ലാഹുവേ, അഖീദ നഷ്ടപ്പെടുന്ന അവശബ്ദങ്ങളിൽ ഹൃദയം കെട്ടിത്തൂങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഉമ്മത്തിനെ വിശിഷ്യ ഞങ്ങളൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നരകം നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നാ അർസൽനാക ഷാഹിദ്, എല്ലാം കണ്ടൊരാളെ ലോകമധ്യേ സാക്ഷിയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗിഫ്റ്റായിട്ട് അല്ലാഹു ഇറക്കി തന്നിട്ടുണ്ട്. അത് തന്നെ ലോകത്തിന്റെ ലോകഭൂപടത്തിന്റെ മധ്യരേഖയായ മക്കയിലാണ്. മക്ക എന്ന് തുടങ്ങുന്നത് മീമ കൊണ്ടാണ്, മദീന എന്ന് തുടങ്ങുന്നത് മീമ കൊണ്ടാണ്, മഹബത്ത് എന്ന് തുടങ്ങുന്നത് മീമ കൊണ്ടാണ്, മുഹമ്മദ് എന്ന് തുടങ്ങുന്നത് മീമ കൊണ്ടാണ്, മജ്ദ് എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്, മുബീനി എന്ന് തുടങ്ങുന്ന യാസീനിലെ ഓരോ മുബീനും മീമ കൊണ്ടാണ്, മിഅ്റാജ് എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്, മുഅ്മിൻ എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്, മുഹ്സിൻ എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്, മുഹിബ് എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്, മുത്തബി എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്, മുഖ്ലിസ് എന്ന് തുടങ്ങുന്നതും മീമ കൊണ്ടാണ്. ഈ ഒറ്റ മീമോ ഇതൊക്കെ ബന്ധമുണ്ട്. ഞാൻ കുറെ മീമ ഇങ്ങനെ എണ്ണി പറഞ്ഞല്ല, ഇതൊക്കെ ബന്ധമുണ്ട്, ഇതൊക്കെ ബന്ധമുണ്ട്. മനുഷ്യൻ എന്ന് തുടങ്ങുന്ന മലയാളം മീമ കൊണ്ടാണ്, അത് ഇംഗ്ലീഷിൽ മാൻ എന്ന് തുടങ്ങിയാലും മീമ കൊണ്ടാണ്, അത് അറബിയിൽ മറ എന്ന് തുടങ്ങിയാലും മീമ കൊണ്ടാണ്, അത് സംസ്കൃതത്തിൽ മർത്യൻ എന്ന് പറഞ്ഞാലും മീമ കൊണ്ടാണ്, അത് തമിഴിൽ മനിതൻ എന്ന് പറഞ്ഞാലും മീമ കൊണ്ടാണ്. എന്താണ് ഈ മീം? എന്താണ് ഈ മീമിന്റെ പൊരുൾ? അത് തന്നെയാണ് മുഹമ്മദ് എന്നതിലെ മീം. ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹു ഉണ്ട് എന്നതിന് സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. നീ തിരിച്ചും സാക്ഷിയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്തെന്നുള്ളതിനും സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. രണ്ടും ആ ഷാഹിദിന്റെ പൊരുൾ എത്രയാണ്? അല്ലാഹു ഉണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നതിന് നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള പഠിപ്പിച്ച കാര്യം കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ കടമ എന്താ? അപ്പോൾ നമ്മുടെ കടമ ഇങ്ങനെയുള്ളൊരു ഷാഹിദിന്റെ പരിസരത്ത്, ചിന്താ പരിസരത്ത് സദാ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഉടക്കിയിടണേ. രഹസ്യവും പരസ്യവും ഈ മഹാവ്യക്തിത്വത്തിൽ നമ്മൾ അങ്ങ് ലയിപ്പിക്കണേ. കേവലമായ ഇത്തിബാ മാത്രമല്ല, ഞാൻ റബീന്റെ തൊട്ടരികിലായതുകൊണ്ട് സ്വലാത്തിനും ഇഷ്കിനും മൗലൂദിനും മദ്ഹിനും ആവേശം കിട്ടാൻ പ്രാരംഭത്തിൽ ഒരു ചരിത്രം, ഗുണപാഠ നിർഭരമായ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കയറട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, മദീനയുടെ തൊട്ടു പരിസരത്തായിട്ടൊരു മഹാനായ മുഹിബ്ബായ സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ ഒരു സ്വഭാവം, പ്രസംഗത്തിന്റെ ആ നടുക്കളത്തേക്ക് ഇറങ്ങണമെങ്കിൽ 3 സലാത്തുകൾ സാസ്യല്ല. എല്ലാരും കൂടി ചലിക്കാനും 3 സലാത്ത്. ആണുങ്ങൾ, പെണ്ണുങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ആണുങ്ങൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ, പ്രിയങ്കരനായ തങ്ങളുടെ പൊന്നോമന പുത്രൻ ബഗ്ദാദിലേക്ക് 9 മണിക്ക് ഇറങ്ങുകയാണെന്ന് അറിയിച്ചു ദുആക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിന്റെ മഹലായ ഫള് കൊണ്ട്, സ്വലാത്തിന്റെ പുണ്യം കൊണ്ട്, സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനായ സയ്യിദിന്റെ യാത്ര നീ മംഗളമാക്കണേ അല്ലാഹ്.
ആഫിയത്തോടെ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്ത് ആത്മീയമായി സായുജ്യമടഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ അവർക്കും കൂടെയുള്ളവർക്കും ഭാഗ്യം നൽകണേ റബ്ബേ ബിന്നബിയിൽ മുസ്തഫ. ആരാണ് മുഹമ്മദ് മുസ്തഫ? ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് മൻ ഹുവ, മറ്റൊന്ന് മാ ഹുവ. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ചരിത്രം പറഞ്ഞുതരാം, നിങ്ങൾ ആമുഖം ശ്രദ്ധിക്കണം. ഹബീബ നബിയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യമാണ്. ഒന്ന് മൻ ഹുവ, രണ്ട് മാ ഹുവ. മൻ ഹുവ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി മുഹമ്മദ് ബിൻ അബ്ദില്ല. അത് ഇന്ന് നമ്മളെ കൂടെ ഇല്ല, പ്രത്യക്ഷത്തിലില്ല. ആ മൻ ഹുവ എന്ന് ചോദിച്ചാൽ മറുപടി ഏതാ? മുഹമ്മദ് ബിൻ അബ്ദില്ല. പ്രത്യക്ഷത്തിൽ നമ്മുടെ കൂടെ, പ്രത്യക്ഷത്തിൽ ഭൗതികമായിട്ട് ഔദ്യോഗിക നിലയില്ല. അങ്ങനെയൊക്കെ പറയാൻ ഒരു കാരണം ഉണ്ട്, അതുകൊണ്ട്. എന്നാൽ മറ്റൊരു ചോദ്യം ഉണ്ട്, മാ ഹുവ. അതിന് മറുപടി മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. റിസാലത്തിന് മരണമില്ല. അങ്ങനെയാണെങ്കിൽ ഷഹാദത്തിന് നിരർത്ഥകമാണ്. അശ്ഹദു അന്ന മുഹമ്മദൻ കാന റസൂലല്ലാഹ് എന്ന് പറയേണ്ടി വരും. റിസാലത്ത് അറ്റുപോയെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദൻ കാന റസൂലല്ലാഹ്. മുഹമ്മദ് നബി കാന, അവരായിരുന്നു. റസൂലല്ലാഹ്, നേരത്തെ അള്ളാന്റെ റസൂലായിരുന്നു. ഇപ്പൊ എന്റെ മുമ്പിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. റിസാലത്ത് നീങ്ങൂല, ബശരിയത്ത് നീങ്ങാം. റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബശരിയത്തിന്റെ തൊലിപ്പുറത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന അല്പജ്ഞാനികളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഹബീബ നബിക്ക് ബശരിയത്തുണ്ട്, അപ്പോൾ തന്നെ മലക്കിയത്തുണ്ട്. അതാണ് കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ബശരിയത്ത്. യുഹൈലിയ മലക്കിയത്ത്. ഞാൻ എന്റെ മേലെ ഒന്നുണ്ട്, അത് എന്താന്ന് പറയാൻ ജിബ്രീലിന് പോലും കഴിയില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. ആ മഖാമിന്റെ ആഴം അളന്ന് പറയാൻ ജിബ്രീലിന് പോലും കഴിയൂല. ഇനി ബശരിയത്തിന് ഞാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഹിജ്റന്റെ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ റസൂൽ എത്തിയത് ഒരുപാട് ദിവസങ്ങൾ വെച്ചാണ്. ആ സമയത്ത് കൂടെയുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ബന്ധപ്പെട്ട സഹയാത്രികനായ സാഹിബ് മഹാനരായ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. എന്നാൽ ഇതേ ആള് മക്കത്തുനിന്ന് മദീനത്തേക്കല്ല, ബൈത്തുൽ മുഖദ്ദസുക്കും അവിടുന്ന് ഏഴാകാശവും അതിന്റെ അപ്പുറത്തും പോയത് കേവലം സെക്കൻഡ് കൊണ്ട്. കൂടെ ഉള്ളതോ സിദ്ദീഖല്ല, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. കഴിഞ്ഞില്ല. ഇനി അവിടുന്ന് വേറൊരു മക്കാമുണ്ട്. അവിടെ എത്തിയപ്പോ ജിബ്രീൽ പറഞ്ഞു, ഞാൻ അനങ്ങിയാൽ എന്റെ അഡ്രസ് ഉണ്ടാവില്ല, കരിഞ്ഞാണ്ട് പോകുന്ന. അവിടെ നിന്നാണ് മുഹമ്മദീയ മക്കാമിന്റെ കദമ് തുടങ്ങുന്നത്. ഇത് പലരും മനസ്സിലാക്കിയില്ല. പലരും സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തിന് പച്ച മലയാളത്തിൽ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഖുർആൻ ക്ലാസ്സിലാക്കി. അതാ പ്രശ്നം. ഞങ്ങളെ പോലത്തെ മനുഷ്യനാണ്. എന്നാ ബ്രാക്കറ്റിൽ ഒരു വീക്കു ഉണ്ടാവും വിശുദ്ധ ഖുർആൻ. അങ്ങനൊക്കെ വീക്കായി പോവാ. ആ ആയത്ത് 10 മണിക്കൂർ പറഞ്ഞാൽ ഒരക്ഷരത്തിന്റെ തഫ്സീർ പോലും ആവൂല. ചിന്തിക്കണേ. ആരാണ് മുഹമ്മദ് മുസ്തഫ? ഖലഖല്ലാഹുൽ ഖൽഖ വഖ്താറ മിനൽ ഖൽഖി ബനി ആദം വഖ്താറ മിൻ ബനി ആദമൽ അറബ വഖ്താറ മിനൽ അറബി മുദറ വഖ്താറ മിൻ മുദറ ഖുറൈശൻ വഖ്താറ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വഖ്താറനി മിൻ ബനി ഹാഷിം ഫാന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ زر الطريق المصطفى وزد إقامة به زرت من زاوية قلبك الزلزال زال طه قلبي مذ أتيت واديا
കാഫമാ താപം വീദാദി തോഹ താലിയലി താലിതാൽ താപം വീദാദി തോഹ താലിയലി താലിതാൽ മുത്തുലി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസാൽ മാഹിയോരെ പാർക്ക് നഗാ താഴ്വരയെത്തി നിൽക്കെ ഞാൻ ഭ്രമച്ചിലായി നബി തിരുത്തോഹാവിൻ ചാരു ഞാൻ ലയത്തിലായി നബി തിരുത്തോഹാവിൻ ചാരു ഞാൻ ലയത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബ നബിയുടെ റൗളയുടെ അരികിലും അല്ലാത്തടത്ത് നിന്നിട്ട് ഈ പാട്ട് പാടിയിട്ട് പൂതീർക്കല് ഇന്നും നെല്ലും തുടങ്ങിയല്ല. ഹബീബ നബിയുടെ വഫാത്ത് എന്നാ തുടങ്ങിയത്? അന്ന് തുടങ്ങിയിട്ടുണ്ട്. വഫാത്ത് തുടങ്ങി അന്ന് മുസ്തഫ നബിയെ വിളിച്ചുകൊണ്ട് കരയുന്നതിന് ഉദ്ഘാടനം ചെയ്തത് സയ്യിദുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഫാത്തായി കിടക്കുന്ന മുത്തുനബിയുടെ പൗർണമിയെ വെല്ലുന്ന പൂനിലാവിനെ കണ്ടുകൊണ്ട് മഹാനരായ സയ്യിദുൽ ഔലിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിബ്ത ഹയ്യൻ വ മൈതൻ യാ റസൂലല്ലാഹ്. തിബ്ത മുഖാതബാര ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചു. തിബ്ത എന്നതിലെ മുഖാതബാര ഈ ദുനിയാവിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പിരിഞ്ഞു കിടക്കുന്ന ഈ സറഫാക്കപ്പെട്ട ശരീരം നോക്കിയിട്ട് അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. ജഡം നോക്കിയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. ഹബീബ നബിയെ കുറിച്ച് പറയുമ്പോൾ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറഞ്ഞിടത്തൊന്നല്ല ഈ ആൾ, അതിന്റെ ഒക്കെ എത്ര മേലെയാണ്. മലയാളത്തിൽ ഏത് അലങ്കാര ഭാഷ എടുത്ത് പറഞ്ഞാലും അതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് മുഹമ്മദ് മുസ്തഫ. പരമാവധി ആഴം അളക്കാൻ പറ്റുന്ന വാക്കുകൾ എടുത്ത് പറയുമ്പോഴാണ് നമ്മുടെ പ്രസംഗത്തിന് അള്ളാഹുവിൽ എന്നുള്ള കബൂലിയത്ത് ഉണ്ടാകുക, അല്ലെങ്കിൽ സ്ഥാനം അങ്ങനെ പറയണോ. ലാ തഖൂലു റായിന എന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. ഹബീബ നബിയെ കുറിച്ചല്ല, മുമ്പ് റായിന എന്ന് പറയരുത്. കാരണം എന്താ? റായിന എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ വിഡ്ഢി എന്ന് അർത്ഥം. അതാണ്, അറബ് ഭാഷയിലല്ല. സഹാബാക്കളും ചില ആളുകളും ബാക്കിൽ നിന്നിട്ട് പറയും റായി, തങ്ങൾ പരിഗണിക്കണം, ഞാൻ ഞങ്ങളെയും കൂടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറകിലിരിക്കുന്നുണ്ട്. തങ്ങൾ പറയുമ്പോൾ ഇത്തിരി ഒച്ചയിൽ പറഞ്ഞാൽ, ശബ്ദത്തിൽ പറഞ്ഞാൽ ഞങ്ങളും കേൾക്കുമല്ലോ. അതുകൊണ്ട് പറയുമ്പോ റായി അവിടുന്ന് പരിഗണിക്കണം, ഞാൻ ഞങ്ങളെന്നാണ് പറയുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞു റായിന എന്ന് പറയണ്ട. കാരണം ഇത് അതൊന്നും പറയാൻ പറ്റുന്ന മുതലല്ല. റായിന എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിൽ എന്ത് ഒരു കുഴപ്പമില്ല. അറബ് ഭാഷയിൽ റായിന എന്നുള്ളതിന് ഒരു ദുരുദ്ദേശമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹിബ്രു ഭാഷയിൽ വിഡ്ഢി എന്ന അർത്ഥം. അതുകൊണ്ട് മറ്റൊരു ഭാഷയിൽ മോശപ്പെട്ട ഒരു അർത്ഥമുള്ള വാക്ക് അത് അറബാവട്ടെ എന്താവട്ടെ എന്റെ ഹബീബിനെ നോക്കി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ള ഒഴിഞ്ഞു പോവില്ല. പറയാൻ പറ്റുന്ന ഒരു വാക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്ന് പറഞ്ഞു. നീ വാക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ട് അതെന്നെ തട്ടി കളിക്കാൻ നിൽക്കണ്ട. വാക്ക് ഞാനാണ് പറഞ്ഞത്. ഉന്നുർന എന്ന് പറഞ്ഞോളൂ. അത് മറ്റൊരു ഭാഷയിൽ മോശപ്പെട്ട ഒരു അർത്ഥമുള്ളതല്ല. ഇങ്ങനെ അല്ലാഹു ഉയർത്തി വെച്ച മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ വെറുതെ പറയുകയല്ല, പ്രഭാഷകന്മാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചില ആളുകൾ ജഡമെന്നൊക്കെ പറയും, ചില ആളുകൾ അദ്ദേഹം എന്ന് പറയും, ചില ആളുകൾ മഹാനായ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ മഹാനായ എന്ന് പറയില്ല, ഞാൻ മഹാനരായ എന്ന് പറയും. എന്താണ് കുഴപ്പമുണ്ടായിട്ടില്ല. മഹാന്ന് പറഞ്ഞിട്ടൊന്നൊരു വഖഫ് ചെയ്തിട്ട് പിന്നെ അപ്പുറത്തേക്ക് പറഞ്ഞു നോക്കാൻ മനസ്സിലായി. മഹാന്ന് പറഞ്ഞിട്ടൊന്ന് എന്നിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞു നോക്കാൻ. അത് പേടിച്ചിട്ട് മഹാനരായെന്ന് ഞാൻ പറയാം, വേറെ ഒന്നുമല്ല. മഹാനായെന്ന് പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. അത്തരം നമ്മള് ഈ വ്യക്തിത്വത്തെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് തോന്നും എനിക്ക് പ്രസംഗിക്കാൻ തന്നെ കഴിയില്ല, കാരണം അതിന് പറ്റുന്ന വാക്കുകൾ കിട്ടുന്നില്ല. അതിന്റെ മേലെയാ മുഹമ്മദുൻ സയ്യിദുൽ ഖൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി ഖുർബിൻ വമിൻ നജ്മി മൗലായ സ്വല്ലി വസല്ലം. മദീനയിൽ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി മദീനയിൽ നിന്ന് കുറെ അകലെയുള്ള ഒരു കുഗ്രാമത്തിൽ കഴിയുന്നവനാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്. ഈ സ്വഹാബിക്കൊരു സ്വഭാവമുണ്ട്, അതരങ്ങൾ തുറന്നാൽ സദാ അടർന്നു വീഴുന്നത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. കൽബ് കണ്ട് റസൂലുള്ളാന്റെ മധു കേൾക്കുമ്പോൾ ആദ്യം കൽബിൽ ലോക്കായി കിടക്കുന്ന ഒരു വാതിലുണ്ടാകുന്നത് തുറന്നാലേ ഈ സുഗന്ധാണ്ട് കയറുള്ളൂ.
ആ തുറക്കാനുള്ള മിഫ്താഹ് സ്വലാത്ത് തന്നെയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ തമ്പുരാനേ, പാവങ്ങളായ പാപികളായ ബലഹീനരായ ഞങ്ങളിലും നീ സ്വലാത്ത് അവിടുത്തെ പവിത്ര ഹദറത്തിൽ ഈ സമയം തന്നെ എത്തിച്ചു കൊടുത്തു അവിടുത്തെ നദറും മദദും ദുആയും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മുഖല്ലിബുൽ ഖുലൂബ്, ഞങ്ങളെ ഖൽബ് നീ സിറാത്ത് മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. സിറാത്ത് മുസ്തഖീം എന്നതിന് ഒരു വിവക്ഷ മുഹമ്മദ് നബി എന്നാണ് ഇമാം ഖാദി ഇയാദ് അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇഹ്ദിനി ചേർക്കണേ, അല്ലെങ്കിൽ ഇഹ്ദിനി സ്ഥിരപ്പെടുത്തണേ, നീ സുശക്തമാക്കി സുസ്ഥിരമാക്കണേ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീം. മുഹമ്മദ് നബിയിൽ എന്നൊരു തഫ്സീർ തന്നെ അതിന് ഉണ്ട്. അപ്പോൾ ഉമ്മത്തിന്റെ ഹൃദയം സദാ തപിക്കേണ്ടത്, തുള്ളേണ്ടത്, സദാ ഓർക്കേണ്ടത്, ആഘോഷം മാത്രമല്ല ആലോചനയും നിലനിർത്തേണ്ടത് അത് മദീനയുടെ മലർവാടിയിൽ കസ്തൂരി പൂമണം വീശിയിട്ട് ഉമ്മത്തിനെ ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ട് ഇടപെട്ട് ആത്മീയ ലോകത്ത് അവിടുത്തെ ഡ്യൂട്ടി നിർവഹിച്ച ആധ്യാത്മിക ലോകത്തെ ചക്രവർത്തിയായി ഉദ്യോഗരംഗത്ത് വിരാജിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാന വികാതയുടെ വിമോചന ഗീതമായ അള്ളാന്റെ മുത്തേ ലോകത്തിന്റെ സത്തേ ഹൃദയത്തിന്റെ നിത്യഹരിതമേ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ സ്വഹാബി സദാ സ്വലാത്താണ്. ആ സ്ഥലത്ത് മുഴുവനും ഈ സ്വഹാബിയുടെ പണി അറിയപ്പെടുകയാണ്. മുഹമ്മദിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വരികൾ ഉരുവിടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഗ്രാമത്തിലുണ്ട് എന്ന് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്മാർ അറിയുകയാണ്. പകൽ സമയത്ത് ഈ സ്വഹാബിയെ അവര് വന്നുകൊണ്ട് നോട്ടമിടുകയാണ്. മുഹമ്മദ് എന്ന പേര് ഏറ്റവും അലർജിയായി കാണുന്ന വിരക്തിയായി അതാ സഹിക്കുന്ന ജൂതന്മാരിൽ നിന്ന് 20 ആളുകള് ആ മനുഷ്യനെ കൊല്ലാനങ്ങ് തീരുമാനിച്ചു. പകൽ സമയത്ത് കുന്നിന്റെ മുകളിൽ കയറിയിട്ട് കാട്ടിന്റെ ഉള്ളിൽ പോയി വിറക് വെട്ടിയിട്ട് പ്രദോഷ സമയത്ത് തിരിച്ചു വന്നിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ എല്ലൊരുക്കി പണിയെടുത്ത് പാടുപെടുന്ന പ്രിയങ്കരനായ തൊഴിലാളിയായ ഈ സ്വഹാബി അവര് നോട്ടമിടുകയാണ്. ഒരു ദിവസം രാവിലെ തന്നെ കുന്നിന്റെ മുകളിലേക്ക് ആയുധങ്ങളുമായി പോയി വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ 20 ജൂതന്മാർ ആ മഹാനായ മനുഷ്യനെ പോയി വളയുകയാണ്. ഞങ്ങൾ ജൂതന്മാരാണ്, നിന്റെ നാട്ടിൽ താമസിക്കുന്നവരാണ്, നീ എപ്പോഴും മുഹമ്മദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്നേഹപ്രകടനം നടത്തുന്നവനല്ലേ, നിന്നെ ഞങ്ങൾ വകവരുത്താൻ വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, കൊല്ലണ്ട, അവന്റെ നാവ് കൊണ്ടല്ലേ നമുക്കുള്ള ശല്യം, ആ നാവങ്ങ് അരിഞ്ഞാല് പോരെ. ആ തീരുമാനത്തിൽ എല്ലാവരും മേഘകണ്ഠ അഭിപ്രായക്കാരായി മരം വെട്ടുന്ന മഹാനായ സ്വഹാബിയെ മലർത്തിക്കിടത്തിയിട്ട് അദ്ദേഹത്തിന്റെ വായങ്ങ് പിളർന്നു. അണ്ണാക്കിന്റെ അടിയിലേക്ക് ആയുധം കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ശറഫാക്കപ്പെട്ട നാവങ്ങ് മുറിച്ചെടുത്തു. ഈ മഹാനായ സ്വഹാബിയുടെ വായിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുമ്പോ റസൂലുള്ളാഹിനെ ഓർത്തങ്ങ് കരഞ്ഞുപോയി. ഈ സ്വഹാബി ആ ജൂതന്മാരോട് പറഞ്ഞു, ഏതായാലും എന്റെ വായിലുള്ള നാവ് നിങ്ങൾ പിഴുതെടുത്തതല്ലേ, അറുത്തെടുത്തതല്ലേ, ആ നാവിന് നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, അതൊന്ന് എനിക്ക് തരുമോ? ഉടനെ അറുത്തെടുത്ത കാട്ടുകള്ളനായ മനുഷ്യൻ പറഞ്ഞു, പിന്നീട് അവരൊക്കെ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, ഞാൻ പഴയ കാലത്ത് ഉദ്ധരിച്ചപ്പോൾ ഒരു വാക്ക് ചേർത്ത് കൊടുത്തതാണ്. അന്നത്തെ കാട്ടുകള്ളനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, എന്നാൽ ഇന്നാ പിടിച്ചോ, നിന്റെ നേതാവിനോടൊന്ന് വെച്ച് തരാൻ വേണ്ടി പറ. ഇത് വെച്ച് തരാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പറഞ്ഞതല്ല, പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. നിനക്ക് നാക്കിന്നാ നിന്റെ നേതാവിനോടൊന്ന് വെച്ച് തരാൻ പറയടാ എന്ന് പറഞ്ഞു ആ മുറിച്ചെടുക്കപ്പെട്ട നാവ് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. കയ്യിൽ
നാക്കും പിടിച്ചുകൊണ്ട് പിടക്കുന്ന നാക്കും പിടിച്ചുകൊണ്ട് വായിൽ നിന്ന് ധാരയായി ഒഴുകുന്ന രക്തം അതാ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. കാട്ടിൽ നിന്ന് ശേഖരിച്ച ഒരു കെട്ട് വിറക് മറ്റേ കൈ കൊണ്ട് തലയിൽ പൊത്തിപ്പിടിച്ച് ഈ മനുഷ്യനിലാ ഹളറത്ത് റസൂലുള്ളാഹി മുഅ്മിനീങ്ങളെ ചൊല്ലുമോ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കയ്യിൽ വിറകിന്റെ കെട്ട് പിടിച്ചിരിക്കുകയാണ്, മറുകൈയിൽ പിടക്കുന്ന നാവിന്റെ കഷ്ണമാണ്. വായിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്ന അത്ഭുതാവസ്ഥയിൽ ഈ മനുഷ്യൻ മദീന പള്ളി അന്വേഷിച്ചുകൊണ്ട് കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹിന്റെ സമീപത്തങ്ങ് എത്തിയപ്പോഴേക്ക് ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പള്ളിയുടെ പുറത്തിറങ്ങിക്കോ നബിയേ, ഒരു മനുഷ്യൻ അങ്ങയെ കാണാൻ വരുന്നുണ്ട് നബിയേ, ആ മനുഷ്യനെ സ്വീകരിക്കാൻ താഴെ ഇറങ്ങിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ആരെയോ സ്വീകരിക്കാനെന്നോണം പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആരെയാണ് സ്വീകരിക്കേണ്ടതെന്നറിയില്ല, ആരാണ് വരുന്നതെന്നറിയില്ല. റസൂലുള്ളാഹിന്റെ കൂടെ സ്വഹാബാക്കളും ഇറങ്ങി. കുറെ ദൂരെ നിന്ന് തലയിൽ വിറക് കിട്ടുമായി ഒരാള് മന്ദമായി കടന്നു വരുന്നത് ദൂരെ നിന്ന് സ്വഹാബാക്കൾ നോക്കിക്കാണുന്നു. അടുത്തെത്തിയപ്പോൾ സ്വഹാബാക്കൾ വിറച്ചുപോയി. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു കൈ കൊണ്ട് വിറകിന്റെ കെട്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്, മറ്റൊരു കൈ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ കൈയിൽ നിന്നും രക്തത്തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ മുമ്പിൽ ഈ മഹാനായ സ്വഹാബി അങ്ങ് നിൽക്കുന്നു. സ്വലാത്ത് ചൊല്ലി ആശ തീരാത്തത് കൊണ്ട് രാപ്പകൽ ഭേദമന്യേ ഉറങ്ങുന്ന സമയത്തും ഉണ്ണുന്ന സമയത്തുമൊക്കെ സ്വലാത്തിൽ ലയിച്ചു പോയ ഈ മഹാനായ സ്വഹാബിക്ക് ഇപ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നാവില്ല, സലാം പറയാൻ കഴിയില്ല. നേതാവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആക്ഷനിലൂടെ സലാം പറയുന്നു, തലയാട്ടി സലാം പറയുന്നു, കയ്യിലുള്ള നാവ് കാണിച്ചു കൊടുക്കുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാവ് ഇങ്ങ് വാങ്ങിയിട്ട് നാവ് വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം ഉയർത്തിയപ്പോഴേക്ക് മുസ്തഫ നബിയുടെ ശറഫാക്കപ്പെട്ട കൈപ്പിടിയിൽ നിന്ന് ആ നാവ് ഈ മനുഷ്യന്റെ വായിലേക്ക് അങ്ങ് പാറുന്നു. കിളിയെ പോലെ പാറിപ്പോയി തലസ്ഥാനത്ത് ഇരിക്കുന്നു. വല്ലാത്ത അത്ഭുതം തന്നെ. ഇത് ഞാൻ ഏതെങ്കിലും ഊഹങ്ങൾ പറയുകയല്ല. ആര് എന്നോട് ചോദിച്ചാലും കിതാബും പേജും നമ്പർ പറയാൻ എനിക്ക് കഴിയും. പക്ഷെ ഈ സദസ്സതിന്റെ വേദിയല്ലാത്തത് കൊണ്ട്, നിങ്ങൾ നിഷേധികളല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള ഒരു ശൈലി ഞാൻ സ്വീകരിച്ചില്ല എന്ന് മാത്രം. ആര് ചോദിച്ചാലും കിതാബും പറയും, പേജും പറയും. ചിലതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും അതൊക്കെ വെറുതെ പറയുകയാണെന്ന്. അല്ല, മഹാന്മാരായ ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് നാവങ്ങ് അദ്ദേഹത്തിന്റെ വായിലേക്ക് പാറിപ്പറന്നു തലസ്ഥാനത്ത് ഇരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇനി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, നബിയേ, എന്റെ ഉറക്കിലും സലാത്ത്, എന്റെ ഉണർവിലും സലാത്ത്. ഞാൻ കുന്നിന്റെ മുകളിലും കയറുമ്പോൾ അങ്ങയുടെ മേലിൽ സ്വലാത്താണ്, വിറക് വെട്ടുമ്പോഴും സ്വലാത്താ, പാതിരാവിലും സ്വലാത്താ. അത് അറിഞ്ഞുകൊണ്ട് 20 ശത്രുക്കള് ജൂതന്മാർ കടന്നു വന്ന് ഞാൻ വിറക് വെട്ടുന്ന സ്ഥലത്ത് വഞ്ചനയിലൂടെ എന്റെ നാവ് പിഴുതെടുത്തുകൊണ്ട് എന്റെ കയ്യിൽ തന്നതാണ്. ഇത് അങ്ങേ കേൾപ്പിക്കാൻ അവര് പരിഹാസത്തോടെ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ച് വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഈ മനുഷ്യനെ കെട്ടിപ്പുണരുന്നു. ഈ മനുഷ്യന്റെ തലയിലുണ്ടായിരുന്ന വിറക് കെട്ട് റസൂലുള്ള കയ്യങ്ങ് വെച്ചപ്പോ പൊന്നായി മാറി.
അതിനാ കയ്യിന് പറ്റും, പക്ഷെ എപ്പോഴും ഉപയോഗിക്കൂലെന്ന് മാത്രം. ജിബി ഇസ്ലാം പറഞ്ഞില്ലേ, ഈ മല മൊത്തം വേണമെങ്കിൽ അങ്ങൊന്ന് എസ് മുളിയാൻ സ്വർണ്ണാക്കി തരാ അള്ള പറഞ്ഞാണ്. എന്താ പറഞ്ഞു? വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ജീവിക്കാനാ കരുതിയത്. അതുകൊണ്ടാ വേണമെങ്കിൽ കഴിയും. എന്തെല്ലാം അടുത്തെടുത്തിട്ട് സഹാബാക്കൾക്ക്. ചില ആൾക്കാർ യുദ്ധത്തിന് പോകുമ്പോ വെറും ഉണങ്ങിയ ഈത്തപ്പനന്റെ കൊള്ളി എടുത്തിട്ട് പറഞ്ഞു അണ്ട് ഇറങ്ങിയാൽ അത് വാളായിക്കോളെന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോഴേക്ക് ഇത് നല്ല തിളങ്ങുന്ന മിന്നുന്ന കൂർത്ത മൂർത്ത വാളായി മാറി. അതാണ് മുഹമ്മദ് മുസ്തഫ. എന്തെല്ലാം അത്ഭുതങ്ങള്! ഈത്തപ്പനന്റെ അടിയെ തൊട്ടിട്ട് മേലെ കൊലണ്ടാക്കി മുഹമ്മദ് മുസ്തഫ. ഈത്തപ്പനൊക്കെ ഉണങ്ങി നിൽക്കായിരുന്നു. അതിന് ഒറ്റ പഴം ഉണ്ടായിരുന്നില്ല. ജാബിർദാൻ ഒന്ന് കരഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാനവിടെ തോട്ടത്തേക്ക് വരാറുണ്ട്. എന്നിട്ട് ഓരോ മരത്തിലും തൊട്ടു. അപ്പൊ അവിടെ പഴം കൊലച്ചു. അതാണ് മുഹമ്മദ് മുസ്തഫ. അനസ്റല്ലാഹു പറയാണ്, ഒരിക്കൽ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന് മൂത്രയിക്കാൻ മുട്ടി. പെട്ടെന്ന് മറല്ല. അതൊക്കെ മറയിൽ ചെയ്യേണ്ട പരിപാടിയല്ലോ. അപ്പൊ പിന്നെ മറല്ലാത്ത കാലാണ്. പള്ളിയിൽ കാണ്ട് കയറുകയാണ്, എന്നിട്ടാണ്ട് കീക്കാണ്. ചെറുപ്പക്കാരൊക്കെ പാന്റ് ഇട്ട നടുക്കാണ് നോക്കിയാൽ ഭണ്ഡാരം തുറന്ന മാതിരിയാണ്. റുക്കൂക്കാണ്ട് പോയാലും ചില്ലറ പൈസ എടുത്തു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ റെഡിയാണ്. മുടിമൊക്കെ നോക്കിയാലോ യൂറോപ്യൻ ക്ലോസറ്റ് കണ്ടാൽ മതി. യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു തണ്ട് മേലെ ഇങ്ങനെ പറഞ്ഞിട്ടു ഞാൻ ഇരുന്നോടുത്താൽ മതി. എന്താ ചെറുപ്പക്കാരെ, ഇതൊന്നും തമാശ പറയല്ല. ഈ ആദി ഇന്നിപ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ വീട്ടിൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി. എല്ലാ കുട്ടികളും നല്ല ചിട്ടുള്ള മുടി. എനിക്ക് അവിടെ ഇരുന്നിട്ട് വരാൻ തോന്നി. ആളുണ്ട് വിചാരിച്ചിട്ട് വന്നതാ. കാരണം അങ്ങനത്തെ വീട്ടിലാണ് കുറച്ചു നേരം ഇരിക്കേണ്ടത്. ചില വീട്ടിലാണ്ട് പോയാലോ മൂത്തോനെ കണ്ടാ കരടി, അതിന്റെ താഴെയുള്ളവനെ കണ്ടാ സിംഹം, അടിത്തോനെ കണ്ടാ കീരി, നടുത്തോനെ കണ്ടാ പോത്ത എരുമൻ തിരിയില്ല. ബാപ്പാനെ കണ്ടാലോ പിന്നെ പറയും എല്ലാം കൂടി നിരത്ത് കണ്ട് തീരുമാനിച്ച. അതിനിടയ്ക്ക് നമുക്ക് ചോറില്ല. ഈ മുടിക്ക് വലിയ കുഴപ്പമുണ്ട്, ചെറിയ കുഴപ്പമൊന്നുമല്ല. നിങ്ങൾ റൂഹുൽ ബയാൻ 1-ാം വാള്യം ഹജ്ജിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സൂറത്തുൽ ബഖറയുടെ ഭാഗം എടുത്ത് നോക്കുക. പേജ് ഞാൻ മറന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇക്കോലത്തിൽ ഒരു വാപ്പ സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് കുട്ടിന്റെ മുടി അടിച്ചിട്ട് കൊണ്ടുവന്നു. 4 ഭാഗത്തും ചെത്തി, നടുവിൽ നിർത്തിയ മുടിക്കെട്ടുണ്ടല്ലോ, ആ രീതിയിൽ സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് കൊണ്ടുവന്നു. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഇവനെ പറഞ്ഞാക്കാനായിട്ടില്ല, ഇവന്റെ കഴുത്ത് വെട്ടണം. നിങ്ങൾ കിതാബ് എടുത്ത് നോക്കൂ, ഞാൻ വെറുതെ പറയല്ല, ഗൗരവത്തിൽ വെറുതെ ഉണ്ടാക്കി പറയല്ല. ഇവനെ കൊണ്ടുപോകാൻ പറ്റും, അവന്റെ കഴുത്ത് വെട്ടണം. അവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ്. കാരണം അവന്റെ തല ജൂതന്റെ തലയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റബീഉലൊക്കെയാണ് വരുന്നത്. പാപ്പാരെ, നിങ്ങളെ വീട്ടിൽ പോയിട്ട് മക്കളെങ്ങനെ നോക്കി, ഏതെങ്കിലും ഒന്ന് സിദ്ദീഖിന്റെ പാതയിലോ ഖത്താബിന്റെ സരണിയിലോ ഉസ്മാൻ അള്ളാഹിന്റെ സബീലോ അലിയാരുടെ ത്വരീഖിലോ ഉണ്ടോ നോക്കുക. ഏതെങ്കിലും ഒന്ന്, ഒരൊറ്റ ഒന്ന് ഇല്ലെങ്കിലേ ഈ 4 നിങ്ങളെ മയ്യത്തെ ചുമന്നിട്ട് കബറ് കൊണ്ടുപോയിടാനുള്ളത്. ആ ഓർമ്മ നല്ലതാണ്. ഒരു കാല് പിടിക്കണവന്റെ തൊള്ളന്റെ ചൂണ്ടിന്റെ അടിയിൽ കഞ്ചാവ്, മറ്റോൻ സിസർമല്, ബാക്കിലുള്ളവന് അയൽവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ആ സൈഡിലുള്ളവന് വാപ്പ എന്ത് തിന്നുമ്പോ നോക്കില്ല എന്തോ ഒരു കനാന്ന്. എന്നിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ തൊള്ളോണ്ട് പറയണ്ട, കൽബോണ്ട് ഒരു പറച്ചിലുണ്ട്. എല്ലാം വായോണ്ട് പറഞ്ഞോളുന്നില്ല, ഹൃദയം കൊണ്ടൊരു പറച്ചിലുണ്ട്. മതി. വളരെ ഗൗരവത്തിൽ ചിന്തിച്ചോ പിതാക്കന്മാരെ. ദുന്യാവിന്റെ എച്ചിൽ വേസ്റ്റുകൾ നക്കി തുടക്കുന്നതിനിടയിൽ വഞ്ചനയുടെ പടുകുഴിയിൽ പെട്ടുപോകണ്ട. അല്ലാഹു ഈ ദുന്യാവിന്റെ പോയസത്തിൽ നിന്ന് നമ്മളെ സലാമത്താക്കട്ടെ. ഞാൻ ഈ ചരിത്രത്തിന്റെ ബാക്കി പറയാം. ഈ മനുഷ്യൻ തലയിൽ വെച്ചിരുന്ന വിറക് കെട്ട് അല്ലാഹുവിന്റെ റസൂലങ്ങ് തൊടേണ്ട താമസം അത് സ്വർണമായി മാറി. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, നബിയേ, എനിക്ക് വേണ്ടത് സ്വർണത്തിന്റെ കൂമ്പാരമല്ല, ഞാൻ ഒരുപാട് കാലമായി അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. ആ സമയത്ത് ഈ വിറക് കെട്ട് മൊത്തം സ്വർണമായിട്ട് ഞാൻ ഒരു ധനാഢ്യനായി മാറിയാൽ ഞാൻ അങ്ങയോടുള്ള പ്രണയ ബന്ധത്തിൽ നിന്നും വിശ്വാസധാരയിൽ നിന്നും ദുന്യാവെന്നെ ചതിക്കുമോ എന്ന് ഭയപ്പെടുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള സ്വർണം മതിയല്ലോ, ഒരു കമ്പ് സ്വർണമാക്കിയാൽ മതി നബിയേ, മറ്റേതൊക്കെ വിറകൈക്കോട്ടെ. എനിക്ക് അങ്ങേ മറന്ന് സ്വർണത്തിൽ കുളിക്കുന്ന ധനാഢ്യനാകണ്ട യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അത് സ്വീകരിച്ചുകൊണ്ട് ഒരു കമ്പ് സ്വർണമാക്കുകയും മറ്റുള്ളത് അതുപോലെ മാറുകയും ചെയ്തു. കഴിഞ്ഞില്ല. ഇപ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. നാവ് വന്നു,
അല്പം ജീവിക്കാനുള്ള സ്വർണവും കിട്ടി. ഇതേ സ്ഥിതിയിൽ ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പിന്നെയും സ്വലാത്ത് ചൊല്ലി ചൊല്ലി സ്വലാത്തിന്റെ നനവുള്ള തൊണ്ടയുമായി മുദ്രാവാക്യമുള്ള നാവുമായി ചലിക്കുന്ന ചുണ്ടുമായി ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഈ മനുഷ്യന്റെ വായിൽ നിന്ന് നാക്കറുത്ത് എടുത്തിട്ടുള്ള ജൂതന്മാര് പിന്നെയും ഇയാള് സ്വലാത്ത് ചൊല്ലുന്നത് കേട്ടപ്പോ പരസ്പരം അത്ഭുതപ്പെടുകയാണ്. നമ്മൾ നാവ് മുറിച്ചെടുത്ത മനുഷ്യൻ തന്നെയല്ലേ അത്? അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ആ 20 ജൂതന്മാരും ഈ മനുഷ്യന്റെ അരികിൽ വന്നുകൊണ്ട് നടന്ന കാര്യങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചപ്പോ ഇദ്ദേഹം അങ്ങ് എണ്ണി പറഞ്ഞു, നിങ്ങൾ എനിക്ക് നാവ് തിരിച്ചു തന്നില്ലേ, നിന്റെ നേതാവ് വെച്ചു തരുമെന്ന് പറഞ്ഞു. നിങ്ങളത് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്, നേതാവിനെ അവമതിക്കാൻ വേണ്ടി, ഇകഴ്ത്താൻ വേണ്ടി, നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എനിക്കറിയാം എന്റെ നേതാവിന്റെ അരികിലെത്തിയാൽ തീരുമാനമുണ്ടാകുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ തന്ന് മുറിച്ചെടുക്കപ്പെട്ട നാവുമായി എന്റെ ഹബീബിനെ ഞാൻ സമീപിച്ചപ്പോ ഹബീബിന്റെ തൃക്കരം കൊണ്ട് വെച്ച് തന്നതാണ്. 20 ജൂതന്മാരും ശരീരം മറച്ച് അത്ഭുത സ്തബ്ധരായി. പിന്നീട് അവർ 20 പേരും മദീന പള്ളിയിലേക്ക് വരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തെ എല്ലാവർക്കും കാരുണ്യമായ അല്ലാഹുവിന്റെ ഐനുർ റഹ്മത്തായ കഥാ കരളിന്റെ കാതലായ കണ്ണിന്റെയും കാതിന്റെയും കൽബിന്റെയും കരളിന്റെയോ നമ്മുടെ കുളിരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരുന്നു. അവര് മുഴുവനും കരഞ്ഞ് ഖേദപ്രകടനം നടത്തി അവിടുത്തെ പാദത്തിൽ വീണ് മുത്തിമണത്തി കൈപിടിച്ചുകൊണ്ട് ചൊല്ലുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടുത്തെ കയ്യും ചർച്ച ചെയ്തിട്ടുണ്ട് ഖുർആനിൽ. അവിടുത്തെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും ഖുർആനിൽ ചർച്ചയുണ്ട്, ഹദീസിൽ ചർച്ചയുണ്ട്. ഉമ്മമാരെ, വഞ്ചനയുടെ പുഞ്ചിരികൾ അധികരിക്കുന്ന ഈ കാലത്ത് അനാശാസ്യമായ പൈശാചിക പ്രണയ വലയത്തിൽപ്പെട്ടു പെൺകുട്ടികൾ വ്യക്തിത്വം അതാ ഹനിച്ചുകൊണ്ട് കുടുംബത്തിന്റെ തഖ്വയുടെ വിലാസം കുടുംബത്തിൽ കുളം തോണ്ടിയിട്ട് മൂത്താപ്പയായി വല്ലിപ്പയായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇലാഹിയായ ബോധത്തെ കരിവാരി തേച്ചുകൊണ്ട് പാതിരാവിനെ പകലാക്കി നെറ്റിൽ കയറിയിട്ട് ഏതൊക്കെയോ അന്യ ആണുങ്ങളോട് പാതിരാവിന്റെ നിശബ്ദതയിൽ കിന്നാരം പറഞ്ഞ് പ്രണയത്തിന്റെ വലയിൽ പെട്ടുകൊണ്ട് അവസാനം തട്ടമുള്ള പെണ്ണ് മതം പോലും നോക്കാതെ കയറൂരി പോകുന്ന ഈ കാലത്ത് കോടതിയുടെ വരാന്തയിൽ വെച്ചുകൊണ്ട് ഉദ്ദേശിക്കാത്ത ആളെ പിന്നാലെ ചാടിപ്പോകുന്ന പൊന്നുമോളെ നോക്കി ഹൃദയം തകർന്നുകൊണ്ട് പേര് വിളിച്ച് വിതുമ്പുന്ന വാപ്പാനെ കണ്ടു ഹൃദയം കരിയുന്ന കണ്ണ് കരയുന്ന ഈ കാലത്ത് ഉമ്മമാരെ, ചാടിപ്പോക്ക് വിചിത്രമായി അതാ അതിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് വിചിത്രങ്ങളോടെ ജൈത്രയാത്ര നടത്തുന്ന ഈ കാലത്ത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട സ്നേഹനദിയുടെ പേരെന്തെന്നറിയോ? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ചിരിക്കുമ്പോൾ ഭൂമിയിലേക്ക് വന്നവനെ തിരിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ കരയുന്ന സമയത്ത് നിനക്കൊന്ന് ചിരിക്കാൻ കഴിയണമെങ്കിൽ ഈ രണ്ട് കരച്ചിലിന്റെ ഇടയിലും ഒരു പേര് നീ പഠിച്ചേ തീരൂ. അത് ഉലകത്തിന്റെ മുത്തിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം നീ ഗർഭത്തിൽ കടന്നത് റസൂലുള്ളാഹിന്റെ ചിത്രത്തിലാണ്.
ഗർഭാശയത്തിൽ ഒരു ശിശു കിടക്കുന്ന ഫോട്ടോ നിങ്ങൾ ഇന്ന് രാത്രി എടുത്തു നോക്കൂ. മുഹമ്മദ് എന്ന് എഴുതിയ രൂപത്തിലായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹു കടത്തിയത് അങ്ങനെ. ആ ചിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുന്ന രാത്രി ഇങ്ങനെ ഇങ്ങനെ ചുണ്ടിട്ട് മുഹമ്മദ് ഇങ്ങനെ ആയിരിക്കും. അള്ളാഹ് അങ്ങനെ കെട്ടുന്നത്. നീ ഭൂമിക്ക് വന്ന ഒരു മനുഷ്യന്റെ അവസ്ഥകൾ നോക്കൂ. ഈ കോലത്തിൽ ഒരാളെയും അല്ലാഹു തആല നരകത്തിൽ ഇടൂല. കാരണം ഈ കോലം മുഹമ്മദീയ കോലമാണ്. നമ്മൾ കിടക്കുമ്പോ ഇങ്ങനെ താഴെ ഭാഗം അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂൽ കിടന്നത്. താഴെ ഭാഗം മടിയിൽ, മേലെ ഭാഗം മുകളിൽ അല്ലേ? അങ്ങനെയാ. അങ്ങനെ അല്ലാതെ കിടന്ന ഈമാൻ കിട്ടൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അഥവാ അങ്ങനെയാണ്. അത് ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ടതാണ്. ഹാർട്ട് ഉള്ളത് താഴെയാണ്, ഇടതുഭാഗത്ത. അപ്പൊ ഇടതുഭാഗം താഴേക്കാക്കിയാൽ ഹാർട്ടുള്ള സ്ഥലം അങ്ങോട്ട് ജാമാവും. അപ്പൊ രക്തം പമ്പ് ചെയ്യുന്നത് ചിലപ്പോൾ സ്തംഭിക്കാൻ സാധ്യതയുണ്ട്, അറ്റാക്ക് ഒന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഉറക്കത്തിലൊക്കെ സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മരിക്കണവർ ചിലപ്പോൾ അങ്ങനെ ആവോന്ന് സംശയിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കിടക്കേണ്ടത് താഴെ ഭാഗം മേൽക്ക്, ഇടത് ഭാഗം മേൽക്ക്, വലത് ഭാഗം മടിക്ക്. അങ്ങനെ കിടക്കേണ്ട അതബ്. അങ്ങനെ എങ്ങനെ കിടന്നാൽ നിങ്ങൾ നോക്കൂ, ആ തല കണ്ട് എടുക്കുക. ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ വലത് ഭാഗം അടിക്ക്, ഇടത് ഭാഗം മേൽക്ക്, തല മീമ്, കൈ പിന്നെ ഊരയുടെ കെട്ട് മീമ്, മുഹമ്മ, കാൽപാദം ദാല്, മുഹമ്മദ്. ഇപ്പൊ എന്താ വായിക്ക? നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചിട്ട് എന്തിനാ തലക്കെട്ട് ഊരിക്കണെന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാവില്ല. അത് ചൂട് എടുത്തിട്ടാണ് ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് കൽബിട്ടാലേ മനസ്സിലാവുള്ളൂ. അയാൾ അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ തലക്കെട്ട് ഊരി ചിന്തിച്ചാൽ നമുക്കൊന്നും കയറൂല. ഞാൻ ഈ പറയുന്നതിന്റെ ഉള്ളിലേക്ക് കൽബിട്ടാ വേ മനസ്സിലാവും. ഇക്കാലത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു തആല നരകത്തിൽ ഇടൂല. ഇത് മുഹമ്മദീയ കോലമാണ്. അള്ളാഹു തൊട്ടടുത്തൊക്കെ ഉണ്ട്. ലോകം സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഈ 100 സൃഷ്ടിച്ചു. എന്നിട്ട് അതിനാണ് ആദം അലൈഹി ഇസ്ലാമിനെ വരെ ഉണ്ടാക്കിയത്. ലഹും കലമും അർശും കുർസും ശംസും ഖമറും. 12,500 കോടി ഗാലക്സികൾ, 12,500 ഗാലക്സികൾ. അതിൽ ഒന്നാണ് ക്ഷീരപഥം മിൽക്കി വേ. അതിൽ 40,000 കോടി നക്ഷത്രങ്ങൾ. അതിൽ ഒന്നാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന 8 ഗോളങ്ങൾ, ഉപഗ്രഹങ്ങൾ വേറെ, 8 ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ വേറെ. ഈ അനന്തകോടി താരകങ്ങൾ, കൊല്ലിമീൻ, എല്ലാത്തിനും ഓരോന്നും എണ്ണി പറയല്ല. കാരണം അതിലൊന്നും റളിയല്ലാഹു അൻഹു എല്ലാ ക്യാപ്പില്ലല്ലോ, ഓരോന്നും എണ്ണി പറയല്ല. ഇത് മുഴുവനും അതിന്റെ ഒക്കെ അസ്തിത്വം, ഇതിന്റെ ഒക്കെ സൃഷ്ടിപ്പിന്റെ അസ്തിത്വ നിദാനം മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാത്തിന്റെയും ആരംഭമാക്കി കൊടുത്തു. സ്വർഗത്തിൽ മുഴുവനോ സുബ്ഹാനല്ലാഹ് ഈ പേര് കൊത്തിവെച്ചു. ഹൂറിലീങ്ങളുടെ നെഞ്ചത്തും കൊത്തിവെച്ചു, ജിബ്രീലിന്റെ ചിറകിലും കൊത്തിവെച്ചു. അല്ലാഹ് എല്ലായിടത്തും ഇത് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൽബിലും കൊത്തിവെക്കണം. വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കൽബ് വൃത്തിയാക്കി സ്ഫടിക സമാന സുന്ദരമാക്കി പ്രണയത്തിന്റെ ഇഷ്കിന്റെ മഷിയിൽ കുത്തിയിട്ട് ഇപ്പോൾ എഴുതണം. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ لم دائما أبدا على حبيبك خير الخلق كلهم. ഈ ലോകത്തൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിവേകം, ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണെന്നറിയോ? ഈ ലോകത്തെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണെന്ന തിരിച്ചറിവാണ്. ഇനി സുമ്മ പിന്നീട് ലതുസ്അലുന്ന, നിശ്ചയം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഖബർ മുതൽ പരിശുദ്ധ നബിയാകുന്ന അനുഗ്രഹത്തിനെ കുറിച്ച് വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമേ. അതിന് ഒരുങ്ങാനെന്നോണമാണ് സ്വലാത്ത് അധികരിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയത്. അക്തിറുസ് സ്വലാത്ത അലയ്യ ഫഇന്ന അവ്വല മാ തുസ്അലൂന ഫിൽ ഖബരി അന്നി നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബറിനെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞവന് തണുത്ത വെള്ളം കിട്ടും പോലെയാണ്. എല്ലാ സ്വഹാബികൾക്കും സ്വലാത്ത് വിശ്വാസ ലോകത്തെ ഹോബിയാണ്, ഹരമാണ്, ഹരിതമാണ്.
നമ്മൾ പേര് കേൾക്കുമെങ്കിലും സ്വലാത്ത് ആവേശത്തോട് ചൊല്ലുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ കത്തിക്കാളുന്ന നരകത്തിലേക്ക് തട്ടുമെന്നത് മറക്കണ്ട. അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് സലാമത്താക്കി തരട്ടെ. നഗ്നപാതരായി കല്ലും മുള്ളുമുള്ള സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിടിവെള്ളിയായിട്ട് പടച്ചവൻ ഇറക്കി തന്ന നേതാവിനെ മറന്നാൽ ഇബ്ലീസാകുന്ന ചെന്നായ കൂട്ടത്തിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെടുക്കുമേ. ചെറുപ്പക്കാര് ശ്രദ്ധിക്കണേ. അല്ലാഹു ഈ ലോകത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പറന്നു എന്നതാണ്. ആ ഉമ്മത്തിൽ പറന്നാൽ പിന്നെ നമ്മൾ വിശ്വാസികളോട് മാത്രമല്ല, അൽ മുസ്ലിമോ യഥാർത്ഥ മുസ്ലിം ആരെന്നറിയോ? മന്നൊരുത്തനാണ് സലിമന്നാസ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളും രക്ഷപ്പെട്ടിരിക്കുന്നു. ലിസാനിഹി അവന്റെ പ്രസംഗം കാരണത്താൽ, അവന്റെ വാക്കുകൾ കാരണത്താൽ, അവന്റെ നാവ് കാരണത്താൽ, അവന്റെ അധികാരം കാരണത്താൽ. ഒരു മുസ്ലിം MLA ആവുകയാണെങ്കിലോ, ഒരു മുസ്ലിം MP വരികയാണെങ്കിലോ, ഒരു മുസ്ലിം മന്ത്രി വരികയാണെങ്കിലോ അവന്റെ സ്ഥാനം കൊണ്ട് രക്ഷപ്പെടേണ്ടത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അയ്യപ്പന്മാര് രക്ഷപ്പെടേണ്ടതാണ്, ക്രിസ്ത്യാനികൾ രക്ഷപ്പെടേണ്ടതാണ്, ഹൈന്ദവ സുഹൃത്തുക്കൾ രക്ഷപ്പെടേണ്ടതാണ്. ആ രക്ഷപ്പെടുത്തുന്ന സംസ്കാര വിഷയത്തിലോ പ്രാദേശിക വിഷയത്തിലോ അവര് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഷയത്തിലോ അവർ പാർട്ടി നോക്കിയിട്ട് മതം നോക്കി പ്രവർത്തിച്ചാൽ അത് റസൂലുള്ളാഹിന്റെ ഉപദേശത്തിനെതിരാണ്. അൽ മുസ്ലിമോ യഥാർത്ഥ മുസ്ലിം ആരെന്നറിയോ? എന്നൊരുത്തരാണ് സലിമൽ മുസ്ലിമൂന. അങ്ങനെയും റിവായത്തുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും രക്ഷപ്പെടണം ലിസാനിഹി, അവന്റെ നാവിൽ നിന്ന്, വയദിഹി അവന്റെ കയ്യിൽ നിന്ന്. അതിന് അങ്ങനെയും അർത്ഥമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും അർത്ഥമുണ്ട്. ലിസാനിഹി മിൻ എന്നത് താലീലാക്കിയിട്ട് അവന്റെ നാവ് കാരണത്താൽ, വയദിഹി അവന്റെ കൈ കാരണത്താൽ. എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ഒരു കയ്യാ നമുക്ക് വേണ്ടത്. എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ഒരു നാവാ നമുക്ക് വേണ്ടത്. നാവ് കൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് മറ്റ് മതസ്ഥരുടെ ഇടയിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന നാവ് ആ പ്രസംഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കെതിരാണ്, ഉപദേശങ്ങൾക്കെതിരാണ്. കൈകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോ അത് മറ്റുള്ള മതവിഭാഗത്തിന് അവരുടെ സമാധാനത്തിന് പോറലേൽക്കുന്ന വിഷയത്തിലൂടെയാ കൈ കടന്നു പോകുന്നതെങ്കിലോ അത് റസൂലുള്ള പഠിപ്പിച്ച തത്വങ്ങൾക്കെതിരാണ്. കൈയാണെങ്കിലും നാവാണെങ്കിലും, കയ്യും നാവും പ്രത്യേകിച്ച് പറയാനുള്ള കാരണം കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളാണ് എന്ന നിലയിലാണ്. അതുപോലെയാണ് സകല നാവും. അതിൽ കാലും പെട്ടു, മൂക്കും പെട്ടു, നാക്കും പെട്ടു, കണ്ണും പെട്ടു, തലയും പെട്ടു, കൽബും പെട്ടു. ഒരാൾക്കെതിരെയും തെറ്റിദ്ധാരണയോ വിരോധമോ ശത്രുതയോ വേണ്ട. ഒരു ഹിന്ദുവിനെ കണ്ടാലും മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാമിന്റെ മകനാണെന്ന നിലയിൽ അതാ പ്രായം കൂടിയവനാണെങ്കിൽ ജ്യേഷ്ഠ സഹോദരനായി കാണാൻ കഴിയണോ? പ്രായം താഴെയാണെങ്കിൽ അനുജ സഹോദരനായി കാണാൻ കഴിയണോ? അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ ഇതേ ഗ്രൗണ്ടിൽ വാളിന് വേണ്ടി വന്നപ്പോ മദ്രസയ്ക്ക് വേണ്ടി പിരിവ് ചോദിച്ച സമയത്ത് ആദ്യമായി 25,000 തന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് ഒരു ഹൈന്ദവ സുഹൃത്താണെന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാഹു ആധ്യാത്മിക വെളിച്ചം കൊണ്ട് അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സമാധാനം അവർക്ക് കടാക്ഷിക്കട്ടെ, അവരെ കുടുംബത്തിന് കടാക്ഷിക്കട്ടെ, അവരുടെ ഫീൽഡിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചവരാണ്. അതുകൊണ്ട് സ്ഥാപനം ഇവിടെ ഉയർന്നിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും ഈ പരിപാടിയുടെ നടത്തിപ്പിനും നിങ്ങളിൽ ആകാവുന്ന പേരൊക്കെ പരമാവധി നല്ല സഹായങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കണമെന്ന് ഈ സമയത്ത് പ്രഭാഷണത്തിന്റെ ഇടയിൽ ഞാൻ നിങ്ങളെ ആദരവോടെ ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോവുകയാണ്. പൊന്നുമോനെ, നമ്മുടെ ശരീരത്തിൽ ഒരു ഖിബ്ലയുണ്ട്, അത് പരിശുദ്ധമായ കഅബയാ. എന്നാൽ നമ്മുടെ റൂഹിനൊരു ഖിബ്ലയുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി.
കഅബയിലേക്ക് നിർബന്ധമായിട്ട് തിരിയേണ്ടത് 5 സമയത്താണ്. നിർബന്ധം അപ്പോഴേ ഉള്ളൂ. ഐച്ഛികമായി പിന്നെ എപ്പോഴും തിരിയാം. ഏത് നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞാണ് ചെയ്യേണ്ടത്. അത് ഐച്ഛികമായിട്ടുള്ള കൽപ്പനയാണ്. ബാധ്യതയുള്ള കൽപ്പനയ്ക്ക് 5 നേരം തിരിഞ്ഞാൽ മതിയല്ലോ. എന്നാൽ സദാ കൽബ് തിരിയേണ്ട കൽബിന്റെ ഒരു ഖിബലയുണ്ട്. അത് മദീനയിലാണ്. ഈ പതിരാവിൽ മദീനയിൽ പോയാൽ ഈ ലോകത്തൊരു മനുഷ്യന് യാത്ര ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സമാധാന സായുജ്യമടയാൻ കഴിയുന്ന, ഹൃദയം സദാ ഉടക്കി നിൽക്കേണ്ട ഇടം അത് മദീനയാണ്. അവിടെയാണ് കാരുണ്യത്തിന്റെ കടല്, സ്നേഹത്തിന്റെ തിരയിളക്കുന്നത്. അവിടെയാണ് സ്നേഹസാഗരം അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഒരു രൂപമില്ല, ഒരു ചിത്രമില്ല, ഒരു പ്രതിമയില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. എന്നാലും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഒരു വിശ്വരൂപത്തിന്റെ ഓർമ്മയിലായി രാപ്പകൽ വ്യത്യാസമില്ലാതെ, ഇടതടവില്ലാതെ, അലതല്ലുന്ന വിതുമ്പലായി, തലതല്ലുന്ന സ്വലാത്തിന്റെ ഇഷ്കിന്റെ അക്ഷരവീജികളുമായി പ്രയാസങ്ങളുടെ ഭാണ്ഡം പേറി ആശുപത്രികൾ ചെന്നെത്തിയിട്ട് ആശ്വാസമടയുന്ന ഒരു ഇടമുണ്ടോ? അത് മദീനയാണ്, മദീനയാണ്. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്തേറോ സോലെ കണ്ടോ. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടോ. അറിവിന്റെ കേദാര ഭൂവി കണ്ടോ. ചിലര് പാട്ട് പാടാൻ പറഞ്ഞു, പക്ഷേ എല്ലാ പാട്ടും അങ്ങനെ പാടലില്ല. ഇങ്ങനത്തെ പാട്ടൊക്കെ അറിയാതെ വന്ന അത്രേ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര പാട്ടാണ്. എന്താ പറയുന്ന അറിയോ? ഞാൻ മക്കത്തും മദീനത്തൊന്നും പോയിട്ടില്ല, മക്കത്ത് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ മനസ്സിന്റെ കണ്ണ് ഞാൻ തുറന്നു നോക്കുമ്പോ മുമ്പിലുണ്ട് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ, ആ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇവിടെ ഇരുന്നിട്ട് മദീനത്ത് എത്താൻ പറ്റും, മദീനത്ത് നിന്നിട്ട് ഇവിടെ എത്താൻ പറ്റും. മദീന പള്ളിയില് ബാബുസലാമിലൂടെ കടക്കുമ്പോ പെണ്ണുങ്ങളോട് മൊബൈലേറ്റ് സംസാരിച്ചിട്ട് നാട്ടിലുള്ള പെണ്ണിനോട് തമാശ പറഞ്ഞ് ചിരിക്കണ മലയാളക്കരയിൽ അദ്രമനെയാണ്. മൂപ്പര് നിക്കണ റസൂലിന്റെ മുമ്പിലാ, പക്ഷെ കളിക്കണത് പെണ്ണിനോട്. അതാ പറഞ്ഞ അവിടെ നിന്നിട്ട് ഇവിടെ എത്താൻ പറ്റും. എന്നാ ചിലര് ഇവിടെ ഭാര്യന്റെ മുമ്പിലായിരിക്കും, മക്കളെ മുമ്പിലായിരിക്കും, പക്ഷെ മനസ്സ് നിറയെ മുഹമ്മദ് മുസ്തഫ. എന്താ നിങ്ങളിങ്ങനെ? ഒന്നുമല്ല, ഞാൻ മദീനന്റെ ഫീലിംഗിലാണ്. ഞാൻ ഇറങ്ങാക്കണി ആ വർക്കില് പാതിരാവിൽ ബെഡ്റൂമിൽ കിനാവിൽ അതിഥിയായി കടന്നു വരും ഈ പാൽപുഞ്ചിരി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നമ്മള് കിടന്ന എന്താ കിനാവ് വേണ്ട? പോക്കാൻ തവള. നല്ലൊരാൾ പറയാം തവള എന്നെ കടിക്കാൻ വേണ്ടി കിനാവുണ്ട്. അല്ലെങ്കിലോ പാമ്പ് ഇങ്ങനെ പണം വിടർത്തിയിട്ട് ഡാൻസ് കളിക്കുക. എന്നിട്ട് എണീച്ചിട്ട് പറയാം ഉസ്താദേ എന്താ കാട്ടുക? ഒന്നും കാട്ടാല്ല, കുറച്ചും കൂടിയാണ് സീരിയല് കണ്ടൂട്, വേറൊന്നും കാട്ടാല്ല. ഇന്നിപ്പോ യാന്ത്രിക ലോകല്ലോ, നമ്മളെ മൂക്കും കാതും കണ്ണും കൽബൊക്കെ ബുദ്ധിയില്ലാത്ത മെഷീനുകൾ പിടിച്ചടക്കി അവർക്ക് വാടക കൊടുത്താണ് ഇപ്പൊ നമ്മള്. എന്നിട്ട് ഇങ്ങനെ ഒരു ചലിക്കുന്ന മയ്യത്തുകളായിട്ട് നടക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനിടക്ക് കുറെ തെക്കുരത്തിൽ ഇറാൻ, കുറെ റുക്കു, കുറെ സുജൂദ്, അതിനിടക്ക് കുറച്ച് മജ്‌ലിസ് നൂറായിട്ട് ഇങ്ങനെ പോവാണ്. കൽബ് മൊത്തം വാടകയ്ക്ക് എടുത്തു പിശാച്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യന്ത്രവൽക്കരിക്കപ്പെട്ട ലോകം. പിഞ്ചു കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ ഇങ്ങനെയാ. ചെറിയ കുട്ടികൾ വളരുന്നത് വരെ യാന്ത്രികമായ സ്വഭാവത്തിലാണ്. ഉമ്മാരാന്നറിയില്ല, വാപ്പാരാന്നറിയില്ല, ഗുരുനാഥനാരാന്നറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയില്ല. ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയില്ല. മാതാപിതാ ഗുരുവായിരുന്നു. അങ്ങനെയാ നമ്മളൊക്കെ കാലത്ത് മാതാപിതാ ഗുരു. മാതാവ് പിതാവിനെ പഠിപ്പിക്കും, പിതാവ് ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയി ചേർക്കും. ഇപ്പോഴങ്ങനെയല്ല, മാതാപിതാ ഗൂഗിൾ. മാതാവ് പിതാവിനെ പഠിക്കും, പിതാവ് ഗൂഗിൾ ശരിയാക്കി കൊടുക്കും. പിന്നെ മൂപ്പര് ഗൂഗിളിന്റെ കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന ഗൂഗിൾ റസൂലുള്ളാഹ്. എല്ലാ ചെറുപ്പക്കാരായാലും ഒന്നും നമ്മൾ പറഞ്ഞൊന്നും തിരിയുന്നില്ല. ഗൂഗിൾ അൽ ആലിമുൽ അല്ലാമ അശ്ശൈഖു മശായിഖിനാ ഗൂഗിൾ റഹിമഹുല്ലാഹ്.
അവിടേക്ക് എത്തിക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഗൂഗിൾ എന്താ പറയുന്നത്? അത് തൊണ്ട തൊടാതെ വിഴുങ്ങ. ഹദീസിൽ എന്താ ഉള്ളത്? അതിലൊക്കെ ഇസ്കാലും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. ഈ അടുത്തൊരു സ്ഥലത്ത് പോയിരുന്നപ്പോൾ ഒരു കുട്ടിനെ മന്ത്രിക്കാൻ വേണ്ടി മടി കൊണ്ടുപോയി. ഞാൻ ഈ മന്ത്രം ഒഴിഞ്ഞു വേണം അളവാൾ അറിയാൻ സമയമില്ല. പക്ഷെ ആരെങ്കിലൊക്കെ കൊടുന്നാൽ പാമ്പ് തൊണ്ണാരി ഒരു ഊത്തൂരി കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെന്താ സംഭവിക്കണം നമ്മൾ അറിയില്ല. അപ്പൊ ഈ കുട്ടീനെ മടിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പൊതുവെ ഈ മന്ത്രിക്കാൻ നിൽക്കുമ്പോഴും വാതിലെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോ കണ്ണടച്ചിട്ടാ ഞാൻ ചെയ്യുന്നത്. എനിക്ക് കണ്ണടച്ചാലാണ് കൂടുതൽ ഇങ്ങനെ ഒരു മനസ്സ് കിട്ടുക. അപ്പൊ ഞാൻ ആയത്തുൽ കുർസിയെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോ പയ്യൻ ഭയങ്കര കരച്ചിൽ. ചെറിയ കുട്ടിയാണ്. എന്റെ പരിപാടി എന്താന്നുള്ള പോകാൻ അറിയില്ലല്ലോ, അതവൻ കരയണത്. ഭയങ്കര കരച്ചിൽ. എന്നാലും ഞാൻ ആയത്തുൽ കുർസി ഒന്നെങ്കിലും ഓതിയിട്ട് ഊതാൻ നിലക്ക് കണ്ണടച്ചിട്ട് സ്പീഡിൽ ഓതുകയാണ്. പെട്ടെന്നൊക്കെ പയ്യൻ കരച്ചിൽ മാറ്റി. അപ്പൊ ഞാൻ കരുതി ആയത്തുൽ കുർസി ഫലിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി വലിക്കും. എനിക്കായി അൽഹംദുലില്ലാഹ്. ശൈത്താൻ തന്നെ പോയി മുഴുവനാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. മുഴുവനാക്കി ഞാൻ ഊതാൻ നേരത്തെ കരച്ചിൽ മാറിയത് ആയത്തുൽ കുർസി കൊണ്ടല്ല. ഇപ്പം കരയാൻ തുടങ്ങിയപ്പോ കാക്ക വന്നിട്ട് അടിയിൽ ഇരുന്നിട്ട് മൊബൈൽ തുറന്നു മമ്മൂട്ടിനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ മമ്മൂട്ടിന്റെ പടം തുറന്ന് കാണിച്ചു കൊടുത്തപ്പോ കരച്ചിൽ മാറ്റി അയക്കിങ്ങനെ നോക്കാം. അടിയിൽ മമ്മൂട്ടി, മേലെ ഞാന്, നടുവിൽ ആയത്തുൽ കുർസി. എല്ലാ കുട്ടികളും അങ്ങനെ. എല്ലാ തൊട്ടിയിലാട്ടുന്ന സമയത്ത് പഴയ കാലത്തെ കുമാര് താരാട്ട് പാട്ട് തൗഹീദായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 മോനെ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. പിന്നെ റസൂലുള്ളാഹിന്റെ ചരിത്രം അങ്ങനെ പറയും. അതിൽ അലിയാരെ ചരിത്രം ഉണ്ടാവും. കുട്ടി ഇങ്ങനെ ഉറങ്ങും. കുട്ടി നീച്ച പറയും, ഞാൻ തൊട്ടിയിൽ ഒരു പ്രകാശം കണ്ടിരുന്നു സ്വപ്നത്തിൽ. ചെറിയ കുട്ടികൾ കുട്ടികളുമാരോട് പറഞ്ഞിരുന്നു. ചരിത്രങ്ങളിലുണ്ട്, ഞാൻ വെറുതെ പറയില്ല. 2-3 വയസ്സുള്ള കുട്ടികൾ നീച്ചിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ഇന്നലെ ഒരു പ്രകാശം കണ്ടു, അതിൽ ചൊറുക്കുള്ള ഒരു മുഖം കണ്ടു. അപ്പൊ ഉമ്മ ഔസാഫൊക്കെ കേട്ടിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പിമ്മയോട് പള്ളിയിലുള്ള ഖത്തീബിനോട് പറഞ്ഞു, പള്ളിയിലുള്ള ഖത്തീബിന് വേണ്ടി പറഞ്ഞു. ആ കുട്ടി പിന്നെ കേരളം കണ്ട വലിയ ആലിമായി. ഇന്ന് കുട്ടികളെ ഉമ്മ ആ പുതിയ പടം കാണിച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞപ്പോ മമ്മൂട്ടി എന്നെ പാറ്റി കടിച്ചു. ഇന്നാണെങ്കിലോ പ്രബോധകന്മാരിൽ പലരും പ്രഭാഷണത്തിൽ ദഅവത്തിന് വേണ്ടി ഹിക്മത്താണത്രേ സിനിമയുടെ മഹത്വം പറഞ്ഞ് വിളംബരം ചെയ്യുകയാണ്. നരകത്തിന്റെ വാതിലിലേക്ക് വിളിക്കുന്ന പ്രഭാഷകന്മാരുടെ കരസ്പർശങ്ങളിൽ നിന്നും കരവിരുത് എന്തിന്റെ പേരിലാണെങ്കിലും അല്ലാഹു ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ. നബി ഇപ്പൊ ഇളം തന്നൽ ഭാഷക്കാരറിയ കുറച്ച് ഇളം തന്നൽ ഭാഷ, പരിക്കുള്ളൊന്നും പറയരുത്. അതാണ് അങ്ങനെയാണോ? എന്നിട്ട് ഒരുത്തം പറയാം, പ്രഭാഷണം എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴും പോലെ ആവണം. കുട്ടി, ഈ ഖുർആന്റെ ലെൻസിലാണോ നീ പറയുന്നത്? അബദ്ധമാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാല. അർത്ഥം വെക്ക്. ഭൂമി കുലുകുലാക്കി അങ്ങനെ അർത്ഥം വെക്ക്. ഇദാ വഖഅത്തിൽ വാഖിയ. അർത്ഥം വെക്ക്. ഇന്ന ജഹന്നമ കാനത് മിർസാദ. അർത്ഥം വെക്ക്. വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നം. അർത്ഥം വെക്ക്. ഫൈദാ ജാമതും. അർത്ഥം വെക്ക്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശൈനു യുഗ്നി. അർത്ഥം വെക്ക്. പ്രസംഗത്തിന്റെ മേറ്റർ പഠിക്കണം. ഇളന്നൽ ഭാഷ ഇല്ല എന്നല്ല പറയുന്നത്. പ്രസംഗം ചിലപ്പം കൊടുങ്കാറ്റാവും, ചിലപ്പം മഴവില്ല, ചിലപ്പോ ഇടിയാവും, ചിലപ്പം മിന്നാവും, ചിലപ്പം നല്ല മന്ദമാരുതനാകും, ചിലപ്പോൾ അത് വാളുകൊണ്ട് വെട്ടുമ്പോഴേയാകും. ഇതാ ഞങ്ങൾ പഠിച്ചത്. കാരണം എന്താ? ആഖിറത്തിന്റെ ഗൗരവം തലേ കയറി എങ്ങനെയൊക്കെ പ്രസംഗം. ആഖിറം സങ്കല്പാക്കിയാലോ പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ പരലോക സങ്കല്പം, പരലന സങ്കല്പം, പരലോക സങ്കല്പം. ഒരു പരലോക സങ്കല്പത്തിൽ ഇളം തന്നലുമായി കയറി വന്നു. സിനിമാ നടന്മാരുടെ മതവും പറഞ്ഞിട്ട് ഈ സമൂഹത്തെ വഴിപഴപ്പിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ഇതൊക്കെ ഈ സമൂഹം പഠിപ്പിച്ചാണോ? പൗരാണികർ വെച്ച ഒരു തിണ്ടുണ്ട്, അത് പൊളിച്ചിട്ട് പുതിയ ഭാഷയൊന്നും ആരെടുക്കണ്ട, അപകടമാണ്. കഴിഞ്ഞു പോയ മഹാന്മാരെ പഠിക്കുക. അവരൊക്കെ എങ്ങനെയാ പ്രസംഗിച്ചത്? വെറും ഇളം തന്നെ ഭാഷ അല്ലല്ലോ. ആളുകൾ തമ്മിൽ വാളെടുത്ത സംഘർഷം കൊണ്ട് പ്രശ്ന സങ്കീർണമായ ലോകത്ത് മതസൗഹാർദ്ദം പറയാൻ ചിലപ്പോ അതിശക്തമായിട്ട് പ്രസംഗിക്കേണ്ടി വരും. അല്ലേ? അതിശക്തമായിട്ട് പ്രസംഗിക്കേണ്ടി വരും. അപ്പൊ ആളുകൾ മനസ്സിലാക്കും അതിന്റെ ഗൗരവം പറയാൻ. ഭാഷയ്ക്ക് മൂർച്ച കൂടും. അങ്ങനെയാ. അത് ഏതും അങ്ങനെയാ. ഒരു ഉദാഹരണം, ഞാൻ ഉദാഹരണം പറയാൻ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ രാജവെമ്പാലുണ്ടെന്ന് കൂട്ടില്ല, എല്ലാരും കൂടി അങ്ങോട്ട് നോക്കേണ്ട ഒരു ഉദാഹരണം. ഒരു രാജവെമ്പാൽ അവിടെ ഉണ്ട് നോക്കുക. അപ്പൊ ഈ കുട്ടി നീച്ചിട്ട് അങ്ങനെയാണ് പോവാണ്. അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെയാ പറയാ, അല്ലാതെ ഇളം തന്നെ ഭാഷ കയറി എന്നാ ഈ രാജവെമ്പാലിനേക്കാളും പേടിയാ മുമ്പിലുള്ള നരകം. അങ്ങോട്ട് കുട്ടികൾ പോകുമ്പോഴേ ചിലപ്പം ബാക്കിനൊക്കെ കുറച്ച് മൂർച്ച കൂടും. അത് സ്നേഹം ഇല്ലാത്തോണ്ടല്ല, സ്നേഹം ഉണ്ടായിട്ടാ. ആദ്യം മനസ്സിലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ പ്രബോധനങ്ങൾ പോലും ചില ബുദ്ധിശൂന്യരെ ഇടപെട്ടതുകൊണ്ട് ഹീനമായി പോകുന്നു, വഴിമാറി പോകുന്നു, ട്രാക്ക് മാറി അബദ്ധ സഞ്ചാരത്തിൽ അത് അപകടത്തിലാകുന്നു എന്ന ഭീതി കൊണ്ട് ഞാനൊരു തെറ്റിദ്ധാരണ നീക്കിയതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരോടുമുള്ള വിരോധമല്ല. നമ്മളൊക്കെ ഇന്നങ്ങ് ജീവിച്ചു പോയാൽ നാളെ മറ്റൊരു ലോകം തുറക്കപ്പെടുന്നതാണ്. ആ ലോകത്തേക്ക് എത്താൻ ഒരുപാട് സമയം വേണ്ട. ബൈക്കിൽ നിന്നൊന്ന് മറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ വണ്ടിയുടെ ടയറിൽ ഒന്ന് തലയിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പാമ്പ് കടിച്ചാൽ മതി മൺറബ്ബുക എന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഒരു കരണ്ട് തട്ടിയാൽ മതി കവറിൽ കിടക്കാം, അല്ലെങ്കിൽ ഇടിമിന്നൽ തട്ടിയാൽ കരിഞ്ഞുകൊണ്ട് മരിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ലക്ഷദ്വീപിൽ വാതിൽ പോയപ്പോൾ വാത് തുടങ്ങുന്നത് 9:30 മണിക്കാ. 7:30 മണിക്ക് തുടങ്ങണമെന്നാ പറഞ്ഞത്. 9:30 മണിക്കാവാനുള്ള കാരണം എനിക്കും മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അടങ്ങിയിട്ടുള്ള അതിഥികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇറച്ചി മുറിച്ചു കൊണ്ടിരിക്കുമ്പോ സൈലന്റ് അറ്റാക്ക് വന്നു മരിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇറച്ചി മുറിക്കുന്ന ആള് ആ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് പോയിട്ട് ദ്വാരന്നിട്ടാണ് ഞാൻ ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറിയത്. ചിന്തിക്കണം. ഇതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രാത്രിയിൽ ഒരു ചെറുപ്പക്കാരനെ മയ്യിത്ത് നിസ്കരിക്കാൻ കൂടി. അപ്പൊ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയാ? അവനോട് പറഞ്ഞു, ബൈക്കിൽ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആയി തല തകർന്നുകൊണ്ട് മരിച്ചതാണ്. അല്ലാഹു പുറത്തൊടുക്കട്ടെ. ചെറുപ്പക്കാരെ വല്ലാതെ ബലസണ്ട. നമുക്ക് അള്ള കണക്കാക്കിയിട്ടുള്ള ഒരു ടയർ ഏതോ തമിഴ്ലോന്റെ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളും ആ ടയറും തമ്മിൽ ഏറ്റവും കണ്ടുമുട്ടിയാൽ പിന്നെ പരലോകത്തെത്തി. നമ്മൾ മരിച്ചാൽ മൂക്കിലൊക്കെ പഞ്ഞി ഏതോ കടയിൽ ഉണ്ടാവും. മരിക്കേണ്ട ആമസാണ് മൂക്കിന്റെ ഉള്ളിൽ കയറുക. അത് നമുക്ക് തന്നെ വരുള്ളൂ, വേറെ ആർക്കും പോകില്ല. ഏതോ ടെക്സ്റ്റൈൽസില് അടിയിൽ കുറച്ച് കോറത്തുണിന്റെ കഷ്ണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ തന്നെ പൊതിയുള്ള ആളെ കണക്കാക്കി. മയ്യത്ത് കുളിപ്പിക്കാനുള്ള സോപ്പ് നമ്മളിപ്പോ ബൈക്കുമ്പോ ചേറി പോകുമ്പോ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുണ്ടാവും. ഞാൻ കാത്തിക്കണേ. പിന്നെ മേലെ കുത്തിവെക്കുന്ന മീസാന് അത് പള്ളിന്റെ സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. എല്ലാരും കൊണ്ടുപോകുന്ന ഒരു വണ്ടി ഉണ്ട് മയ്യിത്ത് കെട്ടിൽ. നമുക്കൊക്കെ വ്യത്യസ്ത വണ്ടികളാണ്. ഇപ്പൊ ഓട്ടോറിക്ഷയിൽ ഞാൻ പോകില്ല, എനിക്ക് എന്റെ വണ്ടി തന്നെ വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ വണ്ടി വേണം. അതിന്റെ താഴെ വണ്ടി പോലല്ലോ. നമ്മളെല്ലാരും മരിച്ചാൽ കബറ് കൊണ്ടുവരുന്ന ഒരേ വണ്ടിയാണ്. കാരണം പള്ളിയിൽ മുതലാളിമാർക്ക് ഒരു കട്ടില്, പിന്നെ കുപ്പി വെറുക്കുന്ന ആൾക്കാർക്ക് വേറെ കട്ടില്, ഇടത്തരക്കാർക്ക് വേറെ, അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? എല്ലാവർക്കും ഒരു കട്ടിലല്ലോ. കാരണം ഈ ചോര നീരും ഇങ്ങനെ കുത്തുമ്പോഴാണ് ഈ ആദ്യം വണ്ടിയും ബലസലും ഓരോ അനാനിയത്തൊക്കെ വരുന്നത്. ഫിറൗനിയത്തും കാറൂനിയത്തൊക്കെ അടിച്ചു കയറുന്നതേ ഈ റൂഹ് ദിമ്മങ്ങനെ നിൽക്കുമ്പോഴാണ്. അത് പിരിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം പോണത് ഒരേ വണ്ടിയിലാണ്. ആ വണ്ടി എനിക്ക് പറ്റൂല എന്ന് ആരും പറയില്ല. എന്റെ വാപ്പാൻ അതിൽ കയറ്റാൻ പറ്റൂല എന്ന് മക്കളും പറയില്ല. എന്നാൽ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ വിനയാനതിനായിട്ട് ഒരുങ്ങുന്നതല്ലേ ബുദ്ധി. ദീർഘമായി പറയുന്നില്ല, അതിനു വേണ്ടിയല്ലേ പ്രഭാഷണങ്ങൾ. അത് പ്രസംഗിക്കുന്ന ഞാൻ ആദ്യം ചിന്തിക്കണ്ടേ.
ജനങ്ങളോട് പ്രഭാഷണം നടത്തിയാൽ മതിയോ എന്റെ പാതിരാവൊന്ന് ഞാൻ നന്നാക്കണ്ടേ? നിങ്ങളുടെ രാവും പകലും നിങ്ങളും നന്നാക്കണ്ടേ? അല്ലാഹു എന്നെയും നിങ്ങളെയും നന്നാക്കി തരട്ടെ. സമസ്തയിൽ നിന്ന് അവസാനമായി വിട പറഞ്ഞ ചെറുവാളൂർ ഉസ്താദ് ഈ പ്രദേശത്തൊക്കെ പലപ്പോഴും വാദിനും ദുആക്കും വേണ്ടി വന്നിരുന്ന ആളല്ലേ. അവര് വഫാത്തിന്റെ 2 ദിവസം മുമ്പ് അവർ ജോലി ചെയ്യുന്ന അവർ സ്ഥാപിച്ചിട്ടുള്ള ദാറുൽ തഖ്വയിൽ പോയി ഉത്തരവാദിത്തപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയുകയാണ്, മക്കളെ ഞാൻ കിടന്നിരുന്ന കട്ടിലിന്റെ രൂപമൊന്ന് മാറ്റിയിടണോ? അതെന്തിനാണ് ഉസ്താദ്? ഖബറിൽ കിടക്കുന്നത് പോലെ എനിക്കൊന്ന് കിടക്കാനാണ്. അങ്ങനെ ഉസ്താദിന്റെ നിർബന്ധം കൊണ്ട് കട്ടിലിട്ട രീതി ഒന്ന് മാറ്റി ഖബറിൽ കിടക്കുന്നത് പോലെ മുഖവും നെഞ്ചും ഖിബലയിലേക്ക് ആകുമാറ് കട്ടിലിൽ 2 ദിവസം കിടന്ന ഉസ്താദ് 3-ാമത്തെ ദിവസം സാക്ഷാൽ ഖബറിൽ കിടന്നു. അതേ മഹാനവറുകള് ആ ഖബർ തനിക്ക് വേണ്ടി നേരത്തെ കുഴിച്ചു വെച്ച ഖബർ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാറുണ്ട്. ആ ഖബറിന്റെ അരികിൽ പോയിട്ട് ഒരുപാട് സമയം ദുആ ചെയ്തിട്ട് പണിക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മണ്ണ് കോരിയിട്ട് ഒരു 20 സെന്റിമീറ്റർ പ്രവിശാലമാക്കണേ. അവര് ചോദിച്ചു, എന്തിനു വേണ്ടിയാ ഉസ്താദ്? നിങ്ങളെ ഈ ഖബറിൽ കൊള്ളുമല്ലോ, ഇത് സാമാന്യം എല്ലാവരെയും കൊള്ളാൻ വിശാലതയുള്ള ഖബറാണല്ലോ. ഇനി ഒരു 20 സെന്റിമീറ്റർ നീട്ടുന്നത് അത് ആവശ്യത്തിലേറെ വിശാലമാക്കലല്ലേ? ചെറുവാളൂർ ഉസ്താദ് പറഞ്ഞു, അത് ആവശ്യം വരും, നിങ്ങൾ അങ്ങ് നീട്ടിക്കോ. അല്ലാഹു ഉസ്താദ് വഫാത്തായ സമയത്ത് മഴ പെയ്തു, ഖബറിന്റെ അടിയിൽ മുഴുവനും വെള്ളമാണ്. എംടി ഉസ്താദിനോട് സംഘാടകർ വിളിച്ചു ചോദിച്ചപ്പോൾ ഉസ്താദ് പെട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. ഇപ്പോൾ പെട്ടിയിൽ വെച്ചുകൊണ്ട് ഖബറടക്കൽ അനുവദനീയമായ സമയമാണ്. ആവശ്യമില്ലാതെ പെട്ടി ഉപയോഗിക്കൽ കറാഹത്താണെന്ന് മറക്കണ്ട. ആവശ്യത്തിനാണെങ്കിൽ കറാഹത്തില്ല. ആവശ്യമില്ലാതെ ഖബർ മറമാടൽ രാത്രിയിലേക്ക് നീട്ടൽ കറാഹത്താണ്. തെറ്റുള്ള കാര്യമില്ല, ഒഴിവാക്കൽ അഭികാമ്യമാണ്, കരണീയമാണ് എന്നേ അതിനർത്ഥമുള്ളൂ. എന്നാൽ ആവശ്യത്തിനാണെങ്കിൽ ആ കറാഹത്തുമില്ല എന്നത് സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പെട്ടി വെച്ചുകൊണ്ട് ഖബറടക്കുകയാണ് നല്ലതെന്ന് എംടി ഉസ്താദ് പറഞ്ഞു. അവരങ്ങ് പെട്ടി ഉണ്ടാക്കി അതിൽ മഹാനായ ചെറുവാളൂർ ഉസ്താദിന്റെ ശരീരം വെച്ചുകൊണ്ട് താഴ്ത്തുന്നവർ അത്ഭുതപ്പെട്ടു പോയി. 20 സെന്റിമീറ്റർ വിശാലമാക്കിയത് ആ പെട്ടിക്ക് കൃത്യം പാകമാണ്. ഒരുങ്ങിയ മനുഷ്യന്മാരുടെ അത്ഭുതങ്ങൾ കണ്ടോ? പിന്നീട് വഫാത്തായവരെ എം ഉസ്താദല്ലേ, അവർ ചെറുവാളൂർ ഉസ്താദിന്റെ ജനാസക്കരികിൽ വന്നവരല്ലേ. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ ചെറുവാളൂർ ഉസ്താദിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ 1-ാമത്തെ സഫിൽ കൈകെട്ടിയ പണ്ഡിതനല്ലേ. ചെറുവാളൂർ ഉസ്താദ് വഫാത്തായി 2 ദിവസം കഴിഞ്ഞപ്പോൾ എം വഫാത്തായി. വെള്ളിയാഴ്ച രാവിലെ ഇശാക്ക് വേണ്ടി ഉദൂ ചെയ്ത് വളരെ പെട്ടെന്ന് നിസ്കരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചത്ര, എന്താണ് ഇന്ന് സ്പീഡിൽ പെട്ടെന്ന് നിസ്കരിക്കുന്നത്? ഇനി സമയമില്ല മോളെ. പെട്ടെന്ന് ഇശാ നിസ്കരിച്ചു. ഉസ്താദിന് അസുഖം വർദ്ധിച്ചു, ശ്വാസം മുട്ടലായി. ബഹുമാനപ്പെട്ട പുത്തനാഴി ഫൈസിയെ വിളിച്ചു. പുത്തനാഴി ഫൈസി ഓടി വരുന്ന സമയത്ത് എമ്മിന്റെ റേഞ്ച് മാറി, ഹാല് മാറി. അല്ലാഹുവേ, ഇദാ ബലഗത്തി തറാഖിയ വഖീല മൽറാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഈ വാള് പറഞ്ഞ് എനിക്ക് നാളെ വരുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. കല്ലായി കളി വേണ്ട, ഈ പരിഹാസത്തിന്റെ ചാട്ടം വേണ്ട, ഈ അഹന്തയുടെ പോക്ക് വേണ്ട. അന്ധതയുടെ ഇരുട്ടിൽ ഗതികെട്ട പ്രേതം പോലെ ചിരിച്ച് രസിച്ച് മതിച്ച് അടിച്ച് പൊളിച്ച് ഇടിച്ച് തകർത്ത് കഴിയുന്നതിന് ജാഗ്രത പാലിച്ചോ. ജീവിത ജാഗ്രത മറക്കണ്ട, ബ്രേക്ക് ഇട്ട് ജീവിച്ചോ. ഇതാ വളർത്തിത്തറാക്കുക. എത്തേണ്ടത് തൊണ്ടക്കുഴിയിലെത്തി എത്തിയാൽ വക്കീല പരിസരത്തുള്ളവർ ചോദിക്കുന്നത് ആരാ
ആരാവട്ടെ ഫായില് ആരാന്നറിയില്ലല്ലോ. മനറാഖ് എന്നൊരു ചോദ്യം അവിടെ നടക്കും. ആരാണ് ഒരു ഡോക്ടറെ കൊണ്ടുവരിക? ആരാണ് മന്ത്രിക്കാനും മൊല്ലാക്കയെ കൊണ്ടുവരിക? ആ റാഖ് എന്നത് ഹിസ്സിയായ റാഖയാണെങ്കിലോ മാനവിയായ റാഖയാണെങ്കിലും ഡോക്ടറായാലും മൊല്ലാക്കയായാലും ആരായാലും ചോദ്യങ്ങൾ നടക്കുന്നതാണ്. ഉസ്താദിനൊന്ന് കൊണ്ടുവരുമോ? ഈ കാക്കാക്ക് ശ്വാസം കിട്ടുന്നില്ല, വല്ലിപ്പാക്ക് കണ്ണ് മറിയുന്നില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പരിതാപകരമായ അപകടാവസ്ഥയിൽ കഴിയുന്നവന് ഉറപ്പിക്കുന്നതാണ് അന്നഹുൽ ഫിറാഖ്. ഇത് ഡോക്ടറെ കൊണ്ടുവന്നാൽ മാറുന്നതല്ല, മന്ത്രം കൊണ്ട് തീരുന്നതല്ല. ഇത് ദുനിയാവിൽ നിന്ന് പിരിയുന്ന എന്റെ ശ്വാസം പോകുന്ന സമയമാണെന്ന് ഈ സാധു തിരിച്ചറിയുന്നതാണ്. രണ്ട് സാക്ക് തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയമാണ്. ഏതാണ് ഒരു സാക്ക്? ദുനിയാവിൽ അതാ കാർ പാർക്കിംഗ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഭാര്യ പുറത്തുണ്ട്, മക്കളപ്പുറത്തുണ്ട്. എല്ലാവരെയും പിരിയുന്ന ദുഃഖം ഒരു സാക്കാണ്. അതേ സമയത്ത് പരലോകത്തെത്തിയാൽ നമ്മുടെ ഗതി എന്താണ് എന്ന് അറിയിച്ചു തരുന്ന അമലുകൾ മുഴുവനും പരലോകത്തേക്ക് പോകുന്ന വാതിലിന്റെ അരികില് നമ്മെ നോക്കി നല്ലതാണെങ്കിൽ സന്തോഷിപ്പിക്കുകയും മോശപ്പെട്ടതാണെങ്കിൽ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന സാക്ക് മറ്റൊന്നാണ്. ഈ രണ്ട് സാക്കും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയമാണ്. അതിനുവേണ്ടി ഒരുങ്ങലല്ലേ ബുദ്ധി? അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃത്യമായ വ്യക്തമായ കണക്ക് ചോദിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ സമ്പത്തൊന്ന് ശ്രദ്ധിക്കണേ. ഹലാലിന് ഹിസാബാണ്, ഹറാമിന് ജഹന്നമാണ്. അതുകൊണ്ടാണ് വലിയ വലിയ കച്ചവടക്കാർ അവരൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സമ്പത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കുകയോ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ശേഖരിക്കുകയോ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കുകയും ചെയ്യുന്നു. സ്വഹാബാക്കളുടെ ചരിത്രം നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എല്ലാ സ്വഹാബാക്കളെയും സഹാബിയാത്തിനെയും എണ്ണാനുണ്ട്. ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. മഹാനായ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് മക്ക കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ എന്താ അറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടിയതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ എവിടെയും കച്ചവടത്തിന് പോയിട്ടില്ല. എവിടെ പോയി? വളരെ ശ്രദ്ധിക്കണം, ഗവേഷണ ബുദ്ധിയാ ശ്രദ്ധിക്കണം. അവ മനസ്സിലാവും. പിന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ കാഫില എങ്ങോട്ടും പോയിട്ടില്ല, കച്ചവടത്തിന് ഒരു സംഘം എങ്ങോട്ടും പോയിട്ടില്ല. കാരണം എന്താ? ഓൽക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ മുതല് കിട്ടി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ മുതലാണ് മറന്നു. അതന്നെ അപ്പൊ ഈ മുതല് മറന്നു. നമ്മളൊക്കെ അവസ്ഥ എന്താ? ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ നമുക്ക് രസം ഭക്ഷണം കഴിക്കാനല്ലേ? അല്ലേ? ഇവിടൊക്കെ എങ്ങനെ? ഭക്ഷണം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് രസം എന്താ? ഭക്ഷണം എന്താ നിങ്ങൾക്ക് എന്താ രസം? ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ രസം കഴിക്കലല്ലേ? വെള്ളം മുക്കുന്നതിനേക്കാളും രസം കുടിക്കലാണ്. തുണി തുന്നുന്നതിനേക്കാളും രസം കൊടുക്കലാണ്. വീട് ഉണ്ടാക്കുന്നതിനേക്കാൾ രസം അതിൽ പാർക്കലാണ്. എന്നാ ഇതിനെതിരെയുള്ള ഒരു വിഭാഗമായിരുന്നു സ്വഹാബാക്കൾ. അവർക്ക് സ്വന്തം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ രസം വേറെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും രസം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ്. സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും രസം വേറെ ഉണ്ടാക്കി കൊടുക്കലാണ്. അത് മുഹാജിരികൾ വന്നപ്പോ അൻസാരികൾ തെളിയിച്ചിട്ടുണ്ട്. വീട് മാത്രമല്ല, ഭാര്യയും കൂടി പോത്തു. എനിക്ക് നല്ല രണ്ട് ചെറുക്കുള്ള ഭാര്യമാരുണ്ട്, ഈ വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുത്തോന്ന് വരെ പറഞ്ഞു മഹാന്മാരായ അൻസാരികൾ. അവർക്ക് അത് രസായി മാറി. അവരെ തലയിൽ കയറി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമുക്ക് മനസ്സിലാവും തിരിച്ചറിവ്. പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതുണ്ടല്ലോ, മുമ്പ് നോക്കുമ്പോ ബേജാറ്, ബാക്ക് നോക്കുമ്പോ ടെൻഷന്. ഇത് ഇവിടെ വെക്കേണ്ട ആളെ വെക്കാത്തോണ്ട് ഹൗഫും ഹുസ്നും പോയി പൂർണ്ണ തുമനീനത്തോണ്ട് ഹൃദയം ആശ്വാസം കൊള്ളണോ? അല്ല അറിയണേ ബിദിക്രില്ലാ ദിക്റുല്ലാഹി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം സമാധാനമാണ്. അങ്ങനെ ആ സ്വഹാബാക്കൾ സമാധാനം അടഞ്ഞത്. അപ്പൊ അള്ളാഹിനെ കിട്ടും. കാരണം മുത്തനബിയെ കിട്ടിയാൽ അള്ളാഹിലേക്ക് എത്തി. അള്ളാഹിനെ ഡയറക്റ്റ് പിടിക്കാൻ കഴിയില്ല. അങ്ങനെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അർത്ഥമില്ല. അള്ളാഹിനെ ഡയറക്റ്റ് പിടിക്കാൻ കഴിയും. ഡയറക്റ്റ് പിടിക്കാൻ ശ്രമിച്ച ആളാണ് ഇബ്ലീസ്. ഞാൻ ഡയറക്റ്റിന്റെ ആളാന്ന് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു പോയി പണിയൊക്കെ കിടക്കാൻ.
ഡയറക്റ്റ് പിടിക്കാൻ കഴിയില്ല. അള്ളാന്റെ തീരുമാനം എങ്ങനെയാണ്? ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്. ഇടയിലൊരു വസീല, വബ്തഗു ഇലൈഹിൽ വസീല, അൽ വസീലത്തുൽ ഉദ്മാ മുഹമ്മദുർ റസൂലുള്ളാഹി. ചിന്തിക്കണേ, ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് സമയം 10 മണിയായി, പെർമിഷനും 10 ആണെന്ന് എനിക്കറിയാം. ഇനി ഒരുപാട് പോകണമെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള നിയമങ്ങളെ പരിഗണിച്ചുകൊണ്ട് നിയമങ്ങളെ കൊഞ്ഞനം കാണിക്കുന്നത് പ്രഭാഷകന് ഭൂഷണമല്ലാത്തതിനാൽ കൃത്യമായി സമാധാനത്തോടെ സകല സദസ്സുകളും പിരിയണമെന്ന് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട് പെർമിഷൻ സമയത്തെ ഓർമ്മ എന്നെ അലട്ടുന്നത് കൊണ്ട് ഒരുപാട് സമയം നിങ്ങളിൽ ഒരാളായി ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിരിയുന്ന സമയത്ത് റൂഹും കൽബും ത്രസിക്കേണ്ടത്, തപിക്കേണ്ടത്, കത്തിക്കാളേണ്ടത് മദീനയിലേക്കാണ്. ഇഷ്കിന് വിശ്രമം കൊടുക്കല്ലേ, അമലിന് വിശ്രമം കൊടുത്താലും ഇഷ്കിന് വിശ്രമം കൊടുക്കല്ലേ. റസൂലുള്ളാഹിന്റെ യഥാർത്ഥമായ ആശിഖ്യങ്ങൾക്ക് രതിസുഖത്തേക്കാൾ രസം മുഹമ്മദ് നബിയാണ്. ഹംസല റളിയല്ലാഹു തആല ഭാര്യയുമായി സംസർഗം നടത്തി രതി അനുഭവിക്കുന്ന സമയത്ത് ആ സുഖത്തിനിടയിൽ റസൂലുള്ളാഹിന്റെ വിപ്ലവത്തിനുള്ള വിളിയാളം കേട്ടപ്പോൾ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് രതിസുഖം പകുതി വെച്ച് നിർത്തിയിട്ട് അതാ ആയുധപ്പുരയിൽ കയറിയിട്ട് വാളെടുത്തുകൊണ്ട് ഉഹുദ് യുദ്ധത്തിന് പോയി രക്തസാക്ഷിയായ മഹാനാ ഹംസല റളിയല്ലാഹു തആല അൻഹു. വെറുതെ പറയല്ല, ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് എണീറ്റോടി ആയുധെടുത്തിട്ട് ഉഹുദിലേക്ക് പോയവനാ ഹംസല. അവിടെ വെച്ചുകൊണ്ട് രക്തസാക്ഷിയായി. കാരണം അവർക്ക് രതിസുഖത്തേക്കാൾ രസം മുഹമ്മദ് മുസ്തഫാക്ക് ഉത്തരം കൊടുക്കല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയായാൽ നമ്മൾ ഇനി യുദ്ധത്തിനൊന്നും പോകണ്ട. യുദ്ധം ഇവിടെ ഉദിക്കുന്നില്ല, യുദ്ധത്തിന്റെ പ്രശ്നമില്ല. പക്ഷേ ഹയ്യാല സലാ എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ പ്രതിനിധിയാണല്ലോ, അല്ലെ? ആർക്കാ സംശയമുള്ളത്? ഹബീബാ നബിയുടെ പ്രതിനിധിയാണ്. അപ്പൊ ഒന്ന് പോവാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് മഹബത്താ നമുക്കൊക്കെ ഉള്ളത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹബത്ത് 50 ഐറ്റം മഹബത്തുണ്ട്. മഹബത്ത് പറയാൻ വേണ്ടി മാത്രം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്. ആ കിതാബിൽ മൊത്തം ചരിത്രമല്ല, ഹുബ്ബ് എന്ന വാക്ക് വിശദീകരിച്ചിട്ട് അതിന്റെ 50 കാറ്റഗറി പറയുന്നുണ്ട്. അതിൽ ഞാനും നിങ്ങളും LKGയിൽ പോലും എത്തിയിട്ടില്ല. മഹബത്തിന്റെ ലോകത്ത് നാം ശിശുക്കളാണ്. ആ സമയത്ത് മഹബത്തിൽ മുഴുവൻ വിഷയത്തിലും A+ വാങ്ങിയിട്ടുള്ള മഹാന്മാർ കടക്കുന്ന സ്വർഗത്തിൽ പോകണ്ടേ പ്രിയപ്പെട്ടവരെ? അതിന് ഞാൻ ഒരു ചെറിയ അമല് 3-4 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. പറയട്ടെ, സമയല്ലേ? ഇന്നൊരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ല്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഖബൂലാക്കണേ അല്ലാഹു ഖബൂലാക്കട്ടെ. ഒരു 2 അമല് മാത്രം പറയാ. രണ്ടും സ്വാദ് കൊണ്ട് തുടങ്ങുന്നതാണ്. ഒന്ന് സ്വലാത്ത്, മറ്റൊന്ന് സദഖ. ഒന്ന് സ്വലാത്ത്, മറ്റൊന്ന് സദഖ. സ്വലാത്ത് നിങ്ങൾ ഇപ്പോഴും ചെല്ലാം, എപ്പോഴും ചെല്ലാം. സദഖ, സ്വലാത്തിന് പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പഞ്ചായത്തിന് നികുതി കൊടുക്കണ്ട, പെട്രോൾ അടിക്കണ്ട. സദഖാക്കാണ് പിന്നെ തയ്യിബും ഹബീസും വേർതിരിയ. അതാ ഫിറാഖു ബൈനിയോ ബൈനിക് അറിയിക്കണ സമയം സദഖ പറയുമ്പോഴാണ്. ചില സ്ഥലത്തൊക്കെ നല്ല തിരുത്തുണ്ടായാലുണ്ട്. മഹാന്മാരെ കഥകളൊക്കെ പറഞ്ഞ് മധുവൊക്കെ പറഞ്ഞ് ദീനിയാ കാര്യത്തിന് കൈനീട്ടിയാൽ കൈനിറയെ തന്ന് സന്തോഷിപ്പിക്കുന്ന ഉമ്മമാരും ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ മലയാളക്കരയിൽ എമ്പാടുണ്ട്, വിശേഷിച്ച പാലക്കാട് ജില്ലയിൽ. നിങ്ങളും അങ്ങനെയായിരുന്നു. ഇപ്പൊ മാറ്റം വന്നിക്കണോന്ന് എനിക്കറിയില്ല. മുമ്പ് ഞാൻ വന്നപ്പോഴൊക്കെ ഒരു മദ്രസ ഉണ്ടാക്കാൻ മാത്രം സംഭാവന അരമണിക്കൂറിനുള്ളിൽ ഈ സാസിൽ കിട്ടിയിട്ടുണ്ട്. പേമാരുണ്ടാകുമ്പോഴത്താണ് അതിപുരസ്താദിന്റെ ഇടപെടലിന്റെ ബർക്കത്ത് അതിനെ മാറ്റുകൂട്ടിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷെ എന്നാൽ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്തത് സയ്യിദാണല്ലോ. പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയത് 4 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാലാണ് എന്തെങ്കിലും കിട്ടിയെന്ന് ഇവർക്ക് നെടുവീർപ്പിൽ ആശ്വാസം വിടാൻ കഴിയും. കാരണം ഈ സദസ്സ്, ഇതിന്റെ പ്രചരണം, ഇതിന്റെ എല്ലാ സെറ്റപ്പും അനുസരിച്ചുകൊണ്ട് ഏകദേശം 2 ലക്ഷം രൂപയോളം ഇവർക്ക് ചെലവാണ്.
തൊട്ടടുത്ത് തസ്കിയത്തിന്റെ ഒരു കേന്ദ്രമുണ്ട്. അവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥിനികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് ഫضل റഹ്മാൻ ഉദവി എന്നോട് പറഞ്ഞു. ഞാൻ അവരെ ഭാഗത്തേക്ക് വല്ലാതെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് അവരവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഈ വിഷയത്തിൽ ഞാൻ ഫضل റഹ്മാൻ ഉദവിയുടെ വാക്ക് നന്നായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് ഞാൻ തഫ്തീഷ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്കതിൽ ശക്കില്ല. അപ്പൊ അവരിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. ആ കേന്ദ്രത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്നിപ്പോ പെൺകുട്ടികൾ ഒരുപാട് ചോടി പോകാൻ കാരണം ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങാൻ ഒരു കെട്ട് പുസ്തകം എടുത്തിട്ട് പിന്നെ ബസ്സിൽ കമ്പി പിടിച്ചിട്ട് നിർത്താണ്. നേരെ ബാക്കിലൊരു മാമും ഉണ്ടാവും. സാധാരണ ആണ് ഇമാമും പെണ്ണും മാമും ആവേണ്ടത്. പക്ഷെ ഇത് ബാക്ക് സീറ്റ് ഇവിടെ കണ്ടപ്പോ അരിച്ചരിച്ച് ചേര വരുന്നാര് വന്ന ഒരു മാമുമുണ്ട്. ഫാത്തിമാന്റെ ബാക്കിൽ അത്ര അവരെ കൈത്തണ്ടം തമ്മില് തമ്മിൽ കമ്പിയിൽ വെച്ച് ഉരസി ആ സമയം മുതൽ തുടങ്ങിയതാണ് മാംസബന്ധിത ഇക്കിളി. പിന്നെ അബ്ദുറഹ്മാന് പോയി കിടന്നാല് ഉറക്കിൽ വെളു, കുളിമുറി പോയാല് തലമ വെള്ളം വെച്ചിട്ട് കീപ്പിട്ട് വീണ് തുള്ളിയിലൊക്കെ വിളിച്ചിരിക്കുക. ഹോട്ടലിൽ പോയിട്ട് പൊറാട്ട നമ്മ പൊറാട്ടന്റെ ഉള്ളിൽ കൂടി വെളും കൂടി ചിരിക്കണായി തോന്നുക. അപ്പൊ പിന്നെ തോന്നുക എന്തായാലും നാളെ ബസ്സിൽ തന്നെ പോകണം. എവിടക്കൊന്നുമില്ല, 10 റുപ്യക്ക് ബസ്. ഓളെ ഇറങ്ങണോടത്ത് നമ്മൾ എത്ര കൂട്ടുന്നു എന്തെല്ലാം. ഇന്നും ഞാനിത് കേട്ടിട്ടാണ് നിസ്കാരത്താകുള്ള നല്ല നല്ല ആജിയന്മാരെ മക്കള് പരീക്ഷയിൽ 10ാം ക്ലാസ്സിൽ മദ്രസയിൽ ഉന്നത മാർക്ക് വാങ്ങി ഉസ്താദുമാരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി അനുഗ്രഹിച്ച് വിട്ടവരാ. പക്ഷേ ഈ ഗൂഗിൾ കളിയും നെറ്റ് വർക്ക് കൂടിയതും പിന്നെ ഈ പുസ്തകം കെട്ടേറ്റ് അരമുറിയാൻ ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയതും ഇടയിൽ വഞ്ചന നോക്കാത്ത പുഞ്ചിരിയിൽ വീണതും. പെണ്ണെ ഇന്ന് ക്യാമ്പസിൽ നിന്നെ കണ്ടാ ചിരിക്കണ ഒരു കോന്തണ്ടല്ലോ, അവൻ എന്നോട് മാത്രല്ല എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരോട് ചിരിച്ചു പരിചയമുള്ള ആളാണ്. കൂട്ടത്തിൽ എന്നെ കണ്ടപ്പോ എന്നോടും ചിരിച്ചതാ. എന്തേ മനസ്സിലാക്കി? ഇവനെ കൂടെ നടക്കുന്ന ഈ ചിരി ഇവൻ നേരത്തെ തുടങ്ങിക്കണം. ഇവനൊരു കഴുകനാ. ഈ ചിരി ഇവൻ നേരത്തെ പഠിച്ചു വെച്ചതാ. ഇനി ആരെ കണ്ടാലും ചിരിക്കും. നിന്നെ കണ്ടപ്പോ ചിരിച്ചു, അപ്പൊ എനിക്കെന്താ തോന്നി? അത് തർക്കമില്ല. അവന്റെ പിന്നാലെ കൂടി 9 മാസം ഗർഭത്തിൽ പോറ്റി നൊന്തുപെറ്റ തള്ളയെ തട്ടിമാറ്റി നിനക്ക് വേണ്ടി ഗൾഫ് ലോകത്ത് ചോരനീരാക്കി പാടുപെട്ട് അത്യധ്വാനിച്ച് ചോരനീരാക്കുന്ന പ്രിയപ്പെട്ട പിതാവിനെ കണ്ണീരിലാഴ്ത്തി ഈ വഞ്ചനയിൽ കുടുങ്ങി പുഞ്ചിരിയുടെ പിന്നാലെ സകലതും മറന്ന് പാതിരാവിന്റെ ഉള്ളറയിൽ ആരുമറിയാതെ വണ്ടി കയറി ചാടി പോകുന്ന പെണ്ണുങ്ങളെ, ഈ വികാരമിളകിയിട്ടുള്ള പൂവൻകോഴി നിന്നെ ഉപയോഗിക്കല് ഒരു പെടക്കോഴിയെ പോലെയാ. അവന്റെ മാംസബന്ധിത ഇക്കിളിക്കൊരു സമയമുണ്ട്, അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പാതിരാവിൽ ഇതുപോലെ മാറുമറിയാതെ നിന്റെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ മൊത്തം ഊരിയെടുത്ത് ഇവൻ നിന്റെ നാട്ടിന്റെ ഏതെങ്കിലും മൂലയില്, അത് ബസ് സ്റ്റോപ്പിലായിരിക്കാം, ബസ് സ്റ്റാൻഡിന്റെ ചെരുവിലായിരിക്കാം, അല്ലെങ്കിൽ കുപ്പത്തൊട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എച്ചിൽ വേസ്റ്റുകൾ കിടക്കുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ അതാ അഴുക്ക് വെള്ളം ഒഴുകുന്ന ചാലിലായിരിക്കാം. എന്നിട്ട് മനോരോഗിണിയായി വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്നെ ഓർത്തുകൊണ്ട് 2 പ്രാവശ്യം മറ്റാക്കുണ്ടായി. നീ വരുന്നതിന് മുമ്പ് മരിച്ചു പോയ പിതാവ് കബറിലാ. നീ അങ്ങ് കുടുംബത്തിന്റെ കുളം തോണ്ടി ചാടിപ്പോയതിന്റെ പേരിൽ മനോരോഗിണിയായ ഉമ്മ വീട്ടിലോ നിന്നെ തിരിച്ചറിയാതെ മുടിവാരാതെ ഭക്ഷണം കഴിക്കാതെ കാണുന്നവരോട് പല്ലിളിച്ച് കഴിയുകയാ. ഈ ദുരിതത്തിലേക്ക് വീണത് ഈ വഞ്ചന പുഞ്ചിരിയിൽ കാണാത്തത് കൊണ്ടാ. ഈ ചിരിക്കണ കൂട്ടത്തിൽ 4-5 ഐറ്റം കൂടി വിശദീകരിക്കാൻ സമയമില്ല, 10 മണി കഴിഞ്ഞു. ഇതൊക്കെ പെണ്ണുങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഈ സമയത്ത് ഞാൻ പറയാം. നിങ്ങൾക്ക് വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത ഫ്രഷായ പുഞ്ചിരിയുടെ മുഖം കാണണോ? നിങ്ങൾ സ്നേഹം കൊണ്ടാണ് പ്രേമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാമിക്കേണ്ടത്, മോഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത് അല്ല, സ്നേഹിക്കേണ്ടത് ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ വിശ്വരൂപമായ മുഹമ്മദ് മുസ്തഫയെ. അതിന് മേലെ ഒരു സൗന്ദര്യം ദുനിയാവിലോ ആഖിറത്തിലോ അല്ലാഹു വച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. അവിടെ സ്നേഹമുണ്ട്, അവിടെ സത്യസന്ധതയുണ്ട്, അവിടെ കാരുണ്യമുണ്ട്, അവിടെ വൈശിഷ്ട്യ സ്വഭാവമുണ്ട്, അവിടെ ഉത്കൃഷ്ടമായിട്ടുള്ള നിലവാരമുണ്ട്, അവിടെ തികഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള സ്നേഹമുണ്ട്.
കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ പാനപാത്രം മുത്തനബിയുടെ കയ്യിലാണ്. അത് ആഗോളം മോന്താൻ, ആഗോളം കഴിക്കാൻ, കുടിക്കാൻ ആ മഹബത്തിന്റെ മധുര പായസം ഹൃദയം കൊണ്ട് നുണയാ. അല്ലാഹു നമുക്ക് ഭാഗ്യം കടാക്ഷിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പൊ ഒന്ന് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഒരു ഇന്ധനമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് അധികരിപ്പിക്കുക. റെഡിയല്ലേ? ഒന്നാമീൻ പറയാം. അല്ലാഹു തൗഫീഖ്. ഞാൻ ഈ പറയുന്ന നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ധാരാളം സ്വലാത്തല്ലേ നോക്കി. ഇനി നമ്മളെ ഹൃദയം കുലുങ്ങൂല. ഹൃദയം കണ്ട് ഇളകൂല. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ ഇളകുന്ന സാധനം. അതിനെ കെട്ടിടാൻ ഒരാളുണ്ട്, മുഹമ്മദ് മുസ്തഫ. സഹാബാക്കളൊക്കെ തുമനീനത്തായത് ഈ ആളെ പിന്നാലെ കൂടിയപ്പോഴാണ്, ഈ വ്യക്തിത്വത്തിൽ ലയിച്ചപ്പോഴാണ്. ആ വ്യക്തി നമ്മളെ കൊണ്ടുപോകും അള്ളാഹുവിലേക്ക്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ കഴിയില്ല, കൈപ്പിടിച്ചു കൊണ്ടുപോകണം മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാവും പുനഃപരിശോധനയ്ക്ക് ആവശ്യമില്ലാണ്. അത്താന്റെ അവിടെ കഥ വന്നാൽ ഭാഷാ നിയമം, മാദിയിൽ കഥ വന്നാൽ തഹ്ഖീഖുന്ന നിയമം. റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ട ഇനിയിപ്പോ അള്ളാനെ തെരഞ്ഞെടുക്കേണ്ട അതന്നെയാണ്. അതന്നെയാണ് അള്ളാനല്ല, അതന്നെയാണ് അള്ളാഹ്ക്കുള്ള വഴിപ്പെടും. ഇപ്പൊ ചില ആൾക്കാരെന്തേരോ റസൂലുള്ള സൃഷ്ടിയല്ലേ, അള്ളാഹ് ഖാലിഖല്ലേ, നമുക്ക് അള്ളാനെ പോരെ. അപ്പൊ ഒരു രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയാണ്, മുഹമ്മദ് മുസ്തഫ, ഒന്ന് അള്ളാഹ്. എന്നാ അള്ളാന്റെ തീരുമാനം അങ്ങനെയല്ല. അള്ളാന് കിട്ടണമെങ്കിൽ ഈ ആളെ പിന്നാലെ കൂടിയേ തീരൂ. അത് നമ്മളെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. റിസാലത്ത് പോകൂല. ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് നബിയെ കുറിച്ച് രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് മൻ ഹുവ, അത് മുഹമ്മദ് ബിൻ അബ്ദില്ല, ഇത് നമ്മളെ കൂടെ ഇല്ല. രണ്ട് മാ ഹുവ, അതിന് മറുപടി മുഹമ്മദ്, ഇത് നമ്മളെ കൂടെ ഇല്ലെങ്കിൽ ഷാത്തിൽ നമുക്ക് അർത്ഥമില്ലാതെ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കൊണ്ട് നന്നായിട്ട് സ്വലാത്തില്ല, എന്നിട്ട് റസൂലുള്ളാഹി ലയിക്കാം. ഈ റോസാപ്പൂ നമുക്ക് മണക്കണം. റബീഉൽ അവ്വലിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയാം, അല്ലാഹു തൗഫീഖ്. ഇത് മണക്കാൻ മൂക്കുണ്ടെങ്കിൽ വലിയ ആലിമായിക്കൊള്ളണമെന്നില്ല. ഈ ടാങ്കി ഒന്ന് വൃത്തിയാക്കിയാൽ മതി. ഇവിടെ കയറും. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുർജി. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. ഇന്ന ബൈതൻ ഏതൊരു കൽബാണ്, അന്ത തങ്ങൾ സാക്കിനു ആ കൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവനല്ല മുഹ്താജൻ, തേവയുള്ളവനല്ല, ആവശ്യമുള്ളവനല്ല, ഇലസുർജി. പിന്നെ ഇനി നന്നാക്കാൻ എനിക്കൊരു മാർഗദർശിയെ കിട്ടണമെന്ന് വെച്ച് ഊരി ചുറ്റണ്ട. അവനുള്ള തസ്കിയത്തും തർബിയത്തും റൗളയിന്ന് കിട്ടും. ആ അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ ഉയർത്തട്ടെ. ആമീൻ പറയാം. ആ അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ ഉയർത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ദീർഘമായി പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് അതിൽ സുസ്ഥിരവാസത്തിന് വേണ്ടി നാം പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് പൊളിഞ്ഞു പോകുന്ന, ബലഹീനമാകുന്ന ഈ ലോകത്ത് അതിനുള്ള സകല സ്കോപ്പുകളും നാൾക്ക് നാൾ മയം വെച്ച് കുന്നുകൂടി കുമിഞ്ഞുകൂടി മൂർച്ചകൂടി വിചിത്രമാകുമ്പോ അത് സുശക്തമാവാൻ നാം പരമാവധി പാടുപെടണമെന്ന് എന്നോടും നിങ്ങളോടും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. പടച്ചതമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി രണ്ടാമത്തെ അമല് സ്വതക്ക. ഈ സാധനം അല്ലാഹ് തരുന്നതാണ്, പൈസ അല്ലേ? അല്ല, അല്ലാഹ് തരുന്നതല്ലേ? അതാണ് അവിടുന്ന് തുടങ്ങണം ആദ്യം, അല്ലേ? അപ്പൊ ആരോട് വെച്ചാലും ആ 100 ഏക്കർ എന്റേതാ, അപ്പൊ 20 ഏക്കർ അതിന്റെ 5 എന്റേതാ. ബാക്കിലുള്ള കുന്നുമാലയൊക്കെ അത് എളാപ്പാന്റെ മോന്റെ, പിന്നെ അവിടെ ഉള്ളതോ അത് നമ്മളെ മൂത്താപ്പാന്റെ, പിന്നെ 5 കുട്ടിൻ്റെതാ. പിന്നെ മറ്റാ തോട്ടാരുതാ, അത് അയൽവാസി കമ്മൂന്റെതാ. ഇവിടുത്തെ ഈ ബസ്സുകളൊക്കെ ആരുതാ, അത് ജേക്കോക്കാന്റെതാ. അപ്പൊ നാട്ടിൽ അള്ളാഹ്ക്കുള്ളതോ പഴയ പൊളിഞ്ഞാടാനായ ഒരു പള്ളിയും അതിന്റെ ചുറ്റുപാടുള്ള 10 സെന്റ് മൗക്കൂഫായ ഭൂമിയും. അത് അള്ളാഹ്. അപ്പൊ അള്ളാഹ് മഹാഫക്കീറും കുഞ്ഞാമാക്ക വലിയ വഴിയോ. അൻതുമുൽ ഫുഖറാ വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. അതാണ് പഠിച്ചു. നമ്മളെടുത്ത് ഒന്നുമില്ലടോ, നമുക്ക് തോന്നില്ലേ? ഒരു 10 ഏക്കർ പോയിട്ട് ഒരു സെന്റും കൂടി ഇല്ല. ഞാൻ മുമ്പ് വലിയ ഒരുപാട് പറമ്പ് കയ്യിൽ വെച്ച ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ട് ചോദിച്ചു. എന്നോട് പറഞ്ഞു 12 ഏക്കർ ഉണ്ട്. എനിക്ക് പറ്റിയ ആളാ പുള്ളിക്കാരെ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സെന്റും ഇല്ല, ഒരു സെന്റും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ആധാരം കയ്യിലുണ്ട് റഹ്മാൻ ഉസ്താദ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള ആധാരാണ്, നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളതിന്റെ എന്റെ ഒന്നാമത്തെ തെളിവ്.
നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളതിന്റെ എന്റെ ഒന്നാമത്തെ തെളിവ് നിങ്ങളെ കൈ പിടിച്ച ആധാരാണ്. എന്തെന്ന് വെച്ചു, അതിൽ വാപ്പാന്റെ പേരില്ലേ, വാപ്പ എവിടെയെന്ന് വെച്ചു, ഖബറിലാണ്. കാക്ക എന്നാ പിന്നെ നിങ്ങൾ നാളെ ഖബറല്ലേ, അപ്പൊ ഈ ആധാരം മോന്റെ കയ്യിലല്ലേ? ഈ ആധാരം നാളെ നിങ്ങളെ മോന്റെ കയ്യിലാ, അപ്പൊ നിങ്ങൾ ഖബറില്ല. അപ്പൊ ഈ ആധാരം കൈ കിട്ടിയത് നമ്മളിതാവോ? ഭൂമി ഏത് ഭൂമിയിലേക്ക് നോക്കിയിട്ടാ ഇത് എന്റേതാന്ന് നീ പറയുന്നെങ്കിൽ ആ ഭൂമി നമ്മളെ നോക്കി പറയുന്നുണ്ട്, മൂദേവി ഞാൻ ഇന്റേതല്ല, നീ എന്റേതാ. ഞാൻ ഇന്റേതല്ല, നീ എന്റേതാ. കാരണം എന്നെ ചൂണ്ടിയിട്ട് ഞാൻ അവന്റേതാണെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ എന്റെ പള്ളിയിൽ ഇപ്പൊ പുഴുക്കൾക്ക് ഭക്ഷണമായിട്ട് ഇങ്ങനെ മറിഞ്ഞു കിടക്കുക. നാളെ നീയും എന്റെ പള്ളിയിൽ വന്ന് കിടക്കും. അപ്പൊ നിന്റെ ആ പഴയ പള്ളിന്റെ മിറാബ് പോലെ വീർത്ത പള്ളുണ്ടല്ലോ, ആ പള്ള മൊത്തം എന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള പുഴുക്കൾ തിന്ന് കടിച്ച് തീർക്കും എന്ന് ഭൂമി നമ്മളോട് വിളിച്ചു പറയും.